ഈ അവസരത്തിൽ രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു. 1 ജെറുസലേം, 2 ഭാരമുള്ള കല്ല്, 3 ജാതികൾ അതിനെ വിരോധമായി കൂടി വരും. ആരാ ജാതികൾ? ഇസ്രായേലിൻ്റെ ചുറ്റും 21 രാഷ്ട്രങ്ങൾ ഉണ്ട്. ആരൊക്കെയുണ്ട്? ഏശാവിൻ്റെ മക്കളുണ്ട്, ജോർദാനുണ്ട്, സിറിയുണ്ട്, ലെബനോനുണ്ട്, തുർക്കി. ഇവന്മാരെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഒരവസരം കിട്ടിയാൽ ഇവനെ കൈകാര്യം ചെയ്യും. എങ്ങനെ ജാതികൾ വിരോധമായി കൂടി വരും? ഇനിയുള്ള ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ പ്രവചന ഭാഗങ്ങളാണ്. ഇന്ന് സിറിയയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അറബ് ലീഗ് വെറുതെ ഇരിക്കത്തില്ല. ഇനി അവൻ ആക്രമിക്കാൻ പോകുന്ന സിറിയയാണ്. ഇറാനെ അത്ര പ്രശ്നമില്ലാതെ പാർസികളാണ്. സിറിയയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അറബ് ലീഗ് മുഴുവൻ ആരുടെ കൂടെ വരും? റഷ്യയുടെ കൂടെ വരും. അതിനാസ്പദമായി റഷ്യ ഉക്രൈൻ ഇപ്പം നടക്കുമ്പോൾ നമ്മുടെ മോഡി സാറ് പോയായിരുന്നു ഷാങ്കായ് ഉച്ചകോടി. പക്ഷേ അത് നടന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ബൈബിൾ, പ്രവചനം, പത്രം, ഇത് 3 നിരത്തി വെക്കുക. ഷാങ്കായ് ഉച്ചകോടിയിൽ ആരുണ്ട്? ചൈനയുണ്ട്, റഷ്യയുണ്ട്, ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ചിലതുണ്ട്. ഏഷ്യൻ മേഖല ഷാങ്കായ്. ഉസ്ബെക്കിസ്ഥാനിൽ ചെന്നപ്പോൾ ഒരു സംഭവം നടന്നു. റഷ്യയുടെ പ്രസിഡൻറ്റും ചൈനയുടെ പ്രസിഡൻറ്റും തുർക്കിയുടെ പ്രസിഡൻറ്റും ഇറാൻ്റെ പ്രസിഡൻറ്റും ഒരേ സമയം കൈ കൊടുത്തു. ആ സമയം നമ്മുടെ മോഡി സാറിന് പിടികിട്ടി ഒരു യുദ്ധത്തിന് പോവുകയാണ്. അന്ന് ഈ ഷാങ്കായ് കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ആവശ്യമില്ലാത്ത യുദ്ധത്തിന് നിങ്ങൾ പോകരുത്. മിണ്ടുന്നില്ല. പത്രത്തിലെല്ലാം വന്നു. അത് കേട്ടപ്പോൾ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹം UN പറഞ്ഞു. പിറ്റേ ദിവസം പോയി പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ക്ലിയറാ. ഇവർ 4 പേര് ഒരുമിക്കുന്നു. റഷ്യ, ചൈന, അതിനുശേഷം തുർക്കി, ഇറാൻ. എവരും നിൽക്കുന്നുവെങ്കിൽ അത് ഇസ്രായേലിനെതിരെ ആക്രമണം. ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു, ഇന്ന് രാത്രി ഏഷ്യാനെറ്റ് എടുക്കണം. അതിനകത്ത് ലോകജാലകം എന്ന് പറയുന്നത് വായിക്കുന്നൊരു പെൺകുട്ടിയുണ്ട്, അവിടെ പേര് അളകനന്ദ. അതും എടുത്തിട്ട് ബൈബിളൂടെ വായിക്കണം, എപ്പോൾ ശരിയാവുന്നത്. അതിനകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവിടെ പറഞ്ഞു. എവിടെ പറഞ്ഞെന്നറിയാമോ? UN-നകത്ത് ആര് പറഞ്ഞു? ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു, ഇപ്പോൾ ഒരാക്രമണത്തിന് പറ്റിയ സമയമല്ല. ഇപ്പോൾ ഇവിടെ റെയ്ഡും എല്ലാവരെയും അകത്താക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇപ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലുണ്ട്. കഴിഞ്ഞ ദിവസം UN കോൺഫറൻസിനകത്ത് പുള്ളി ശക്തമായിട്ട് പറഞ്ഞു, ഈ രാജ്യങ്ങൾ ഒരു യുദ്ധത്തിന് പോയാൽ ഉലകം തകരും. അത് കേട്ടുകൊണ്ട് ഇന്നത്തെ ഓഹരി വിപണി സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കരമുയരുന്നില്ലല്ലോ. പത്രം വായിക്കുന്നവർക്കറിയാം, ഡോളറിൻ്റെ വില കൂടുന്നു, സാമ്പത്തിക മാന്ദ്യം. ഇതെന്താ സംഭവിച്ചതെന്നറിയാമോ? രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല, ഇത് മനസ്സിലാക്കണം. ഇത് 4 രാജ്യങ്ങൾ ഒരു യുദ്ധശങ്കല് മുഴക്കിയത് കൊണ്ട് ഓഹരി വിപണി തകരുന്നു. നാളത്തെ മനോരമ വരുന്ന വാർത്ത ഇന്ന് ഞാൻ പറയുന്നത്. സ്വത്രം ബോംബെ സെൻസെക്സ് പോലും ഇടിഞ്ഞു തുടങ്ങി. ലോക രാജ്യങ്ങൾ വ്യാപാരത്തിൻ്റെ മാന്ദ്യത്തിനകത്ത് 4 രാജ്യങ്ങൾ കൈപിടിച്ചു. 1 റഷ്യ, 2 ചൈന, 3 തുർക്കി, 4 ഇറാൻ. ഇതിൻ്റെ യുദ്ധം അന്തിമ യുദ്ധത്തിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ ആരാക്രമിച്ചാൽ റഷ്യ ഈ പോക്കിൽ ഉക്രൈനെ ആക്രമിക്കുമ്പോൾ ആരാ സഹായിക്കുന്നത്? അമേരിക്ക. 2 ഇസ്രായേൽ, 3 പിന്നെ ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ. അങ്ങനെയെങ്കിൽ ഇനി ഈ ഇസ്രായേൽ സിറിയ ആക്രമിച്ചാൽ ഒരു പ്രസവത്തിന് ഈറ്റുനോവിൻ്റെ ആരംഭം വരുന്നത് പോലെ ആരാക്രമിക്കും? റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഇസ്രായേലിനെ ആക്രമിക്കും. ആ ഭാഗമൊന്ന് തൊട്ടുകൊണ്ട് വാക്യത്തിലേക്ക് കടക്കാം. ഇനിയെല്ലാം പ്രവചനങ്ങളാണ്. വായിക്കുന്നു ഒരു പ്രാവശ്യം കൂടി. എസെക്കിയേൽ 39:1-2 വായിക്കാം മോനെ. എസെക്കിയേൽ 39:1-2 വാക്യങ്ങൾ ഒരിക്കൽ കൂടി ഇന്നലെ വായിച്ച്. നീയോ മനുഷ്യപുത്ര, വേഗത്തിൽ വായിച്ചാട്ടെ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, റഷ്യയെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോസ്, റഷ്യ, മേശക്, മോസ്കോ, തൂബൽ, സൈബീരിയ, ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ഇപ്പൊ കണ്ടു റഷ്യക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിക്കും. അടുത്തത്, നിന്നിൽ 6 ശേഷിപ്പിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞു 6 വെട്ടിമുറിക്കും. അടുത്തത്, നിന്നെ വടക്കേറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ചു. സൈബീരിയയുടെ കയ്യാലെ സിറിയ. അടുത്തൂടെ പറ. ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. അത് ഇന്നലെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ നിങ്ങൾ മറന്നു പോയിരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു പടക്കൂട്ടം ഇസ്രായേലിനെ ആക്രമിക്കും. ഈ റഷ്യ ഉക്രൈൻ ഇപ്പോഴെങ്ങാനും തീരുവോ? 7 മാസമായി അടി നടന്നുകൊണ്ടിരിക്കുക. ആകെ ഉക്രൈൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കണക്ക് ഒരു സ്ഥലമാണ്. പക്ഷേ റഷ്യ ഇതുവരെ 800 വിമാനം 4000 ടാങ്കും കയറിയിട്ട് അവനെ കൊല്ലാൻ പറ്റിയില്ല. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയും നാളെ ഉച്ചയ്ക്ക് പുടിനെ കൊല്ലു, പിന്നെ സെലൻസ്കിയെ കൊല്ലുമെന്ന്. ഇത് കേൾക്കുമ്പം
ഈ സെലൻസ്കി ചെമ്പൂർ വെള്ള റൂട്ടിൽ കൂടി ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് കിടക്കും. ഹല്ലേലൂയാന്ന് പറഞ്ഞു. സ്വോത്രം. യവനെ കൊല്ലാൻ പറ്റത്തില്ല. യവൻ ആരാന്നറിയാമോ? ഒരു യഹൂദനാ. അവനെ കൊല്ലാനേ പറ്റത്തില്ല. ആരാ യഹൂദൻ? ഇതിപ്പോഴെങ്ങും തീരത്തില്ല. ഇതിങ്ങനെയും നമ്മുടെ പറയുന്ന പോലെ നാടൻ ഭാഷ പറഞ്ഞാൽ ഷുഗർ രോഗിക്ക് കാലേ ഒരു ബൂണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ കരിഞ്ഞു ഉണങ്ങി കിടക്കുന്ന പോലെ കിടക്കും. ഇത് അന്തിമ യുദ്ധം വരെ കിടക്കാൻ പോവാ. ഇത് തീരത്തില്ല. ഇത് തീർന്നപ്പോഴത്തെ പ്രസംഗം തീരത്തില്ലോ. ഇത് തീരത്തില്ല. ഈ സെലൻസ്കി ആരാ? ഒരു യഹൂദ സ്ത്രീയുടെ മകനാ. യഹൂദനെ വല്ലവർക്കും കൊല്ലാൻ പറ്റുമോ? ബൈബിൾ വായിച്ചിട്ടുണ്ടോ? പണ്ടൊരു അച്ചായനുണ്ടായിരുന്നു, അവൻ്റെ പേരായിരുന്നു മൊർദെഖായി. അങ്ങനെ കേട്ട് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കരം ഉയർത്തിയാട്ടെ. അങ്ങനെ കേട്ട് കരം ഉയരുന്നില്ലല്ലോ, സൺഡേ സ്കൂളിലും പോയിട്ടില്ലല്ലോ. മൊർദെഖായി ആരായിരുന്നു? ശൂഷൻ രാജധാനി. എവിടാ? ബൈബിളിലൊരു പുസ്തകമുണ്ട്, സഹോദരിമാർക്ക് പറ്റിയ പുസ്തകം. അതിൻ്റെ പേര് എസ്തേർ. എസ്തേർ തുടങ്ങുന്നത് ഹിന്ദു ദേശം മുതൽ 120 സംസ്ഥാനങ്ങൾ വാണ അഹശ്വേരോശ് രാജാവ്. അപ്പം ഹിന്ദു ദേശം ഏതാ? നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ, ഇന്ത്യ ഹിന്ദു ദേശം എന്ന് പറയുന്നത്. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ബൈബിൾ വായിക്കണ്ടേ? ഇന്ന് പഴയ നിയമം വേണ്ടാന്നും ചിലർ പറയുന്നു. സ്വോത്രം. ഇതൊക്കെ വായിച്ചാൽ നല്ലതാ. സ്വോത്രം. ഹിന്ദു ദേശം അന്നേ ഇന്ത്യ. നമ്മളാരും അതിനെ കുറ്റം പറയരുത്. ബൈബിളിൽ പോലും അത് എഴുതിയിട്ടുണ്ട്. ഹിന്ദു ദേശം മുതൽ കൂശ് എത്യോപ്യ വരെ വാണിരുന്ന ഒരു ചക്രവർത്തി അഹശ്വേരോശ്. അഹശ്വേരോശിൻ്റെ കൊട്ടാരത്തിൻ്റെ വാതക്ക് ഹല്ലേലൂയ പറയുന്ന ഒരുവനുണ്ടായിരുന്നു, യഹൂദനായ മൊർദെഖായി. സന്തോഷമില്ലല്ലോ. അപ്പം കൊട്ടാരത്തിനകത്ത് ആഗാഗ്യൻ, എന്താ, ഒരു ജാതി ആരാധനക്കാരനുണ്ടായിരുന്നു. അവനായിരുന്നു കൊട്ടാരത്തിന് ഇൻചാർജ് വിത്ത് പ്രൈം മിനിസ്റ്റർ. അവൻ്റെ പേരാ ഹാമാൻ. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? നല്ല മനുഷ്യനായിരുന്നു. സ്വോത്രം. ഹാമാൻ രാവിലെ ഇനോവയ്ക്കകത്ത് വരുമ്പോൾ മൊർദെഖായി ഒരു ഹല്ലേലൂയ പറയും. കർത്താവിനെ അറിയാത്ത അവൻ്റെ നെഞ്ച് കീറത്തില്ലയോ? സ്വോത്രം. അന്നേരെ അവന് പിടികിട്ടി അവനെ എവിടുന്നെങ്കിലും മാറ്റണമെന്ന്. സ്വോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ കൊട്ടാരത്തിനകത്ത് ഈ അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായിരുന്നു വസ്തി രാജകുമാരി. അവൾ രാജാവിനോട് ഇച്ചിരി കശപിശ ഉണ്ടായി. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നു. മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകൾ ഒരുവളുണ്ടായിരുന്നു. അവൻ്റെ പേര് എസ്തേർ. കൊട്ടാരത്തിനകത്ത് ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ എസ്തേറിനോട് പറഞ്ഞു, കുഞ്ഞേ, നീ ഒരു കാര്യം ചെയ്യണം, കൊട്ടാരത്തിനകത്ത് പോയി രാജ്ഞിയായി മാറണം. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് വസ്തി നിൽക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം എസ്തേറിനെ രാജ്ഞിയായി കൊണ്ടുവന്നു. ദൈവം തൻ്റെ ദൂതനെ അയച്ച് കാര്യങ്ങൾ നിവർത്തിക്കുക. ഇന്ന് രാത്രി പറയണം, നിന്ദിച്ചവരുടെ നടുവിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന ദൈവം നിന്റെ കാര്യങ്ങളെ മാറ്റി എഴുതുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ മൊർദെഖായിക്കെതിരെ കൽപ്പന വരുന്നതിന് മുമ്പ് തന്നെ എസ്തേറിനെ അതിനകത്ത് എഴുതേണ്ടി വരും. ഇന്ന് രാത്രി വേണം, എനിക്ക് മുമ്പായി എൻ്റെ ദൂതൻ യാത്ര ചെയ്യും. എനിക്ക് മുമ്പായി അവൻ ദുർഘട പാതകൾ നിരപ്പാക്കും. എനിക്ക് മുമ്പായി അവൻ ഇരുമ്പോടാമ്പലുകളെ തകർക്കും. എനിക്ക് മുമ്പായി താമ്ര കതകുകളെ വെട്ടിമാറ്റും. സ്വോത്രം. അപ്പം ഈ ഹല്ലേലൂയൊക്കെ പറയുന്നത് കണ്ടിട്ട് ഹാമാന് ഭയങ്കര എതിരായിപ്പോയി. ആ സമയത്തെ അന്നത്തെ കാലത്ത് ഈ കൊട്ടാരത്തിനകത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാജിയെ വധിക്കാൻ ചെന്നപോലെ രണ്ടവന്മാർ രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ ചെന്ന്. ആരൊക്കെയാണെന്നറിയാമോ? ബിഗ്വാനും തേരശും. ഇവർ രണ്ട് കയ്യേറ്റം ചെയ്യാൻ ചെന്ന കാര്യം പാവപ്പെട്ട മൊർദെഖായി ആരോട് പറഞ്ഞെന്നറിയോ? രാജാവിനോട് പറഞ്ഞു. അന്ന് രാജാവിന് ഇച്ചിരി തിരക്കായിപ്പോയി, ക്വാറന്റൈനും ലോക്ക്ഡൗണും ഒക്കെ ആയിപ്പോയി. സ്വോത്രം. കാര്യം ഓർത്തില്ല. സ്വോത്രം. പെട്ടെന്നൊരു തുണ്ടുപേപ്പറിനകത്ത് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ച് രാജാവ് ഇത് മറന്നുപോയി. കേട്ടോണേ കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഹാമാൻ ഭയങ്കര പുള്ളിക്കാരനല്ലയോ, ഭയങ്കര ബുദ്ധിമാനാ. മൊർദെഖായി ഒതുക്കാൻ പദ്ധതി വെച്ചിട്ട് രാജാവിൻ്റെ അടുത്ത് ഒരു കള്ളം പറഞ്ഞു. ഈ ശൂഷൻ രാജധാനിയിലെ യഹൂദന്മാരൊന്നും നീ പറയുന്ന കേൾക്കുന്നില്ല. നിന്നെ തട്ടാനും അവർ നോക്കിക്കൊണ്ടിരിക്കുക. നീ പറയുന്ന ഒരു കൽപ്പനയില്ല. പ്രത്യേകിച്ച് നീ വരുമ്പോൾ നിന്നെ പ്രൈസ് ദി ലോർഡ് പോലും കാണിക്കുന്നില്ല. രാജാവ് ഈ ലോക്ക്ഡൗൺ ഇവിടെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാതെ ആകെ കിടന്ന് നെട്ടോട്ട് ഓടുക. ഉടനെ പറഞ്ഞ് എഴുതറ, പേപ്പർ എഴുത്. എല്ലാവനെ തട്ടിയാക്കാൻ എഴുതിയ, കാടിച്ച് പൊളിക്കാൻ എഴുതിയ, നാടൻ ഭാഷയെ പറഞ്ഞ സ്വോത്രം. എല്ലാവനെ റെഡിയാക്കാൻ പറഞ്ഞു. സ്വോത്രം. ഉടനെ ഹാമാൻ അടുത്ത ചെവിയും കൂടെ കടിച്ച് എന്നിട്ട് പറഞ്ഞു, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന വാതൊക്കെ ഇരിക്കുന്ന ഒരു ഉപദേശി, അവൻ്റെ പേരാ മൊർദെഖായി എന്ന്. സന്തോഷമില്ലല്ലോ. അപ്പം രാജാവ് പറഞ്ഞു, നിനക്ക് പോസിബിളായിട്ട് എന്തോ വേണേലും ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഹാമാൻ പറഞ്ഞു, ഇതാ അവസരം കണ്ടോ, എനിക്ക് നൂല് വീണ് കിട്ടി. ഹാമാൻ എന്തോ ഇത് ചെമ്പൂർ ടൗണിനകത്തൊരു കഴിമരം ഉണ്ടാക്കി. നമ്മൾ കൺവെൻഷൻ ഉപദേശിമാരെ പോസ്റ്റർ അടിക്കുന്ന പോലെ വെച്ച് എന്നിട്ട് നാട്ടിൽ മൊത്തം പബ്ലിഷ് ചെയ്തു. ഇത്രാം തീയതി ഇത്ര മണിക്ക് ഹാമാൻ എന്തോ പറഞ്ഞത്, മൊർദെഖായിയെ ഞാൻ കഴിമരത്തിലിടും. ഈ കൽപ്പനയെല്ലാം കൊടുത്ത് രാവിലെ 8 മണിയാകുമ്പോൾ കൊട്ടാരത്തിൽ പോകും. 1 മണിക്ക് ഡ്യൂട്ടി കഴിയും. വീട്ടിൽ വരും. വലിയ സാംസങ് മൊബൈലാണ്. എന്നിട്ട് ഈ ചെമ്പൂര കഴിമരത്തിൻ്റെ ഫോട്ടോ എടുത്ത് കട്ടിലേക്ക് കിടന്ന് ചിരിക്കുക. ഉച്ചയ്ക്ക് കപ്പ എന്നാ വന്നപ്പോൾ ചോദിച്ച്, ഹാമാൻ്റെ ഭാര്യ പേര് നല്ലൊരു അമ്മാമ്മയാണ്, സേരസ് എന്നാ പേര്. സേരസ് ചോദിച്ച്, അച്ഛാ എന്തിനാ ഈ കട്ടിലേക്ക് കിടന്ന് ചിരിക്കുന്നത്? നീ മിണ്ടരുത്. ആ മൊർദെഖായിയെ തൂക്കിയിട്ട് രാജാവിനെ തട്ടിയിട്ട് ഞാൻ ഈ പട്ടണം മുഴുവൻ പിടിച്ചെടുക്കുമെന്ന്. സ്വോത്രം. അപ്പം അമ്മാമ്മ പറഞ്ഞു, കളി കാര്യാവല്ലേ, അവനൊരു യഹൂദനാന്നേ അച്ചായ, മാനസാന്തരപ്പെട്ടവല്ലേ, അടി വരുമെന്ന്. സ്വോത്രം. എന്തൊരു നല്ല അമ്മാമ്മയാ. സ്വോത്രം. മൊർദെഖായി വടിയും ചൂലും എടുത്ത് അമ്മാമ്മയെ ഹാമാൻ വടിയും ചൂലും എടുത്ത്. ഇന്ന് രാത്രി എന്താ പറഞ്ഞ? സേരസ് പറഞ്ഞു. പക്ഷെ കാര്യമൊന്നും റെഡിയായില്ല. ഇങ്ങനെ ദിവസങ്ങൾ വന്നപ്പോൾ ഇസ്രയേൽ ജനം എന്തോ ചെയ്തു?
വിവരമറിഞ്ഞു. അവരെന്തോ ഇത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തുടങ്ങി, ഉപവസിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ കൊട്ടാരത്തിനകത്തും ദൈവത്തിൻ്റെ കരമിറങ്ങി വരും. ദൂത് മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ആ സമയത്ത് മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞു, ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ, ബൈബിള് പറയുന്ന എത്ര കാര്യം, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. സ്വോത്രം. വചനം മനസ്സിലാക്കണം. ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, മൊർദെഖായിയുടെ വാക്ക് കേട്ടു, രാജാവിൻ്റെ മുമ്പിൽ പൊൻചങ്കോൽ നീട്ടുവാൻ ഒരു അവസരം വന്നു എസ്തേറിന്. അപ്പൊ എസ്തേർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ആ മൊർദെഖായി ആരാന്നറിയാമോ? ഓർമ്മ കിട്ടുന്നില്ലല്ലോ, മറന്നുപോയതാ. ഒന്നുകൂടെ രാജാവിൻ്റെ തലയ്ക്ക് ഒരു തട്ട് കൊടുത്തപ്പോൾ ഓർമ്മ വന്ന്, പണ്ടേ AK-47 കൊട്ടാരത്തിൽ 2 പേര് വെടിവെക്കാൻ വന്നപ്പോൾ ആ പാവപ്പെട്ടവനാ വിവരം പറഞ്ഞത്. സ്വോത്രം. അപ്പം രാജാവിന് പിടി കിട്ടി. അയ്യോ സ്വോത്രം, അവനാ വിവരം പറഞ്ഞ് ഉടനെ പരിചാരകരെ വിളിച്ചു, ദിനവൃത്താന്തം എടുക്കാൻ പറഞ്ഞു. അപ്പം പഴയ നോട്ട്, കോവിഡ് കാലത്ത് എഴുതിയ നോട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് തന്നെ വെടിവെക്കാൻ 2 പേര് വന്നപ്പോൾ ആ പാവപ്പെട്ട മൊർദെഖായിയെ പറഞ്ഞു, അന്നൊരു കട്ടൻ ചായ പോലും കൊടുത്തില്ല. സ്വോത്രം. അയ്യോ ദൈവം എന്നോട് ചോദിക്കുക. ഉടനെ പറഞ്ഞു, സ്വോത്രം, എസ്തേറേ നീ വിഷമിക്കണ്ട, ആ പാവപ്പെട്ടവനെ എന്നെ രക്ഷിച്ചത്. നാളെ അവന് ഞാൻ നല്ല നിർണായകമായൊരു കാര്യം കൊടുക്കുക. രാവിലെ ഹാമാനുണ്ടല്ലോ കുളിച്ച് തൊഴുത് നല്ല സുന്ദരനായിട്ട് കൊട്ടാരത്തിൽ വന്ന് മൊർദെഖായി ഉപവാസത്തിൽ ഇരിക്കുക. ആകെ ശരീരമൊക്കെ പൂത്തുപടച്ചിരിക്കുക. അപ്പോൾ കല്ലേലിയാന്ന് സ്ട്രോങ്ങായിട്ട് വരുന്നത്. ഉടനെ ഹാമാൻ ചേർവി കടിച്ചിട്ട് പറഞ്ഞു, നിന്നെ ആ തൂക്കുവാടാ ചെമ്പൂര്. സ്വോത്രം. കൊട്ടാരത്തിനകത്ത് പോയപ്പോൾ രാജാവ് പറഞ്ഞു, മൊർദെഖായിയോട് പറഞ്ഞു, മൊർദെഖായി പുറത്തിരിക്കുക. ഹാമാനോട് പറഞ്ഞു, ബുക്കും പേപ്പറും തുണ്ടും എടുത്തോളാം. അപ്പോൾ രാജാവ് ഹാമാൻ ചോദിച്ചു, എന്തുവാ രാജാവ് വിശേഷം? ഞാനൊരു പുള്ളിക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ പോവുക. സ്വോത്രം. ചില നന്മ കൊടുക്കാൻ പോകും. ഉടനെ ഹാമാൻ വിചാരിച്ചു, എൻ്റെ കർത്താവെ, ലോട്ടറി വീണ് കേരള കാവേരി ബമ്പർ. സ്വോത്രം. ഹാമാൻ എന്തോ ഇത് തുണ്ടെടുത്ത് എഴുതാൻ തുടങ്ങി. ആദ്യം പറഞ്ഞ് 2019-22 മോഡല് നല്ല ഇനോവ ക്രിസ്റ്റ 34 ലക്ഷം എഴുതിക്കോളാൻ പറഞ്ഞു. ഹാമാൻ വിചാരിച്ച്, എനിക്കായിട്ട് കിട്ടിയ വീട്ടിൽ കലകം വരും, ചേച്ചി കൂടെ ഒന്നിരിക്കട്ടെ. ഒന്നാ രാജാവ് പറഞ്ഞ് 2 അങ്ങ് എഴുതി. സ്വോത്രം. കൊട്ടാരത്തിലെ പൈസയില്ല. ഉടനെ പറഞ്ഞ്, എവിടാന്നറിയാമോ, നമ്മുടെ ആറുകാണിയിൽ ഒരു 4 ഏക്കർ എഴുതിക്കോളാൻ പറഞ്ഞ്, റബ്ബർ തോട്ട്. പിള്ളേരും വളർന്നു വരിക. രാജാവ് പറഞ്ഞില്ലേ, രാജാവല്ലല്ലോ എഴുതുന്നു, ഞാനല്ലേ എഴുതുന്നത്. 8 അങ്ങ് എഴുതി. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് നെയ്യാറ്റിൻകര ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എഴുതാൻ പറഞ്ഞ് 2 അങ്ങ് എഴുതി. സ്വോത്രം. തിരുവനന്തപുരത്ത് മുത്തൂറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് പറഞ്ഞു, അവിടെ റെസിഡൻസ്. ഉടനെ ഹാമാൻ 2 എഴുതി. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഹാമാൻ ഒരു സംശയം, രാജാവ് ഇത് ആർക്ക് വേണ്ടിയാ പറയുന്നത്? നീ വിഷമിക്കേണ്ട കുഞ്ഞെ, നമ്മുടെ ബാധക്കെ ഇരിക്കുന്ന ആ പാവപ്പെട്ട മൊർദെഖായിക്ക് വേണ്ടിയായി ഇത്. സ്വോത്രം. അപ്പോഴാ ഹാമാൻ്റെ മുട്ടടിക്കാൻ തുടങ്ങി. സന്തോഷമില്ലല്ലോ, നാടൻ ഭാഷ പറഞ്ഞ മുട്ടടിയും വാട്ടർ സപ്ലൈ. അപ്പോഴേ വണ്ടി കയറി. സ്വോത്രം. നേരെ വീട്ടിൽ ചെന്ന് കട്ടിലേലൊരു കിടന്നൊരു പാട്ട്, കണ്ണുനീരെന്ന് മാറുമ്പോൾ. അപ്പോൾ സേരസ് വന്ന് ചോദിച്ചു, അച്ഛാ എന്തിനാ കരയുന്നത്? എല്ലാം പുകഞ്ഞടി. സ്വോത്രം. എല്ലാം പോയെന്ന്. സ്വോത്രം. അപ്പോഴേ സേരസ് പറഞ്ഞു, അന്നേ ഞാൻ അച്ചായനോട് ഈ പടം എടുത്ത് ഒട്ടിക്കുമ്പോഴേ പറഞ്ഞില്ലയോ, പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ കളിച്ചാൽ പണി വീഴുമെന്ന്. സ്വോത്രം. ഇന്ന് രാത്രി ആരാധിക്കുന്നവനെതിരെ നിന്റെ കരമുയർന്നാൽ, പ്രാർത്ഥിക്കുന്നവനെതിരെ നിന്റെ കരമുയർന്നാൽ, ഹല്ലേലൂയ സ്തുതിക്കുന്നവനെതിരെ നിന്റെ കരമുയർന്നാൽ, ഇന്ന് രാത്രി ഹല്ലേലൂയ നീ തന്നെ തകരത്തോളൂ. സ്വോത്രം. ഈ ഹാമാനെ ആ അമ്മാമ്മയുടെ വാക്ക് കേട്ടെങ്കിലും ഇതങ്ങ് മാറ്റിയാൽ മതിയായിരുന്നു. കണ്ടോ, ഇവിടെ സഹോദരന്മാർ ഒരുപാട് പേരിപ്പോണ്ട്, എൻ്റെ സ്നേഹിതർ. ചില കാര്യങ്ങൾ പെൺപിള്ളേർ പറയുന്ന കേട്ടാൽ നമ്മൾ ചക്ക കുഴയുന്ന പോലെ കുഴയത്തില്ല. സന്തോഷമില്ലല്ലോ. ചില കാര്യങ്ങൾ ഭാര്യമാർ പറയുന്ന കേട്ടാൽ ചക്ക കുഴയുന്ന പോലെ. എല്ലാം കേൾക്കല്ലേ മക്കളെ, എല്ലാം കേൾക്ക. ഒരുത്ത ഇപ്പോൾ കിടക്കുന്ന വാളയാർ പരമശിവൻ ദിലീപ്, ഇത്ര ഓർത്താൽ മതി. സ്വോത്രം. വല്ല കാര്യമുണ്ടോ? പെൺപിള്ളേരുടെ വാക്ക് കേട്ടാൽ അവൻ പോയതാ. അതുകൊണ്ട് എല്ലാം കേൾക്കല്ലേ. ചില കാര്യം കേട്ടാൽ നമ്മൾ ചക്ക കുഴയുന്ന പോലെ കുഴയത്തില്ല. അന്നേരെ ഹാമാൻ്റെ ഭാര്യ പറഞ്ഞു, സേരസ് പറഞ്ഞു, ഇന്ന് രാത്രി ഒരു വചനം നിങ്ങൾ മനസ്സിലാക്കണം. ആരാ കഴിമരമുണ്ടാക്കിയത്? ഹാമാൻ. പോസ്റ്റ് അടിച്ചത് ആരാ? പക്ഷെ തൂങ്ങിയത് ആരാണെന്നറിയാമോ? മൊർദെഖായി അല്ല തൂങ്ങിയത്, ഹാമാൻ. അതിനകത്ത് തൂങ്ങുവാനിടെ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, കഴുമരമുണ്ടാക്കിയത് ഹാമാന, പോസ്റ്റ് അടിച്ചത് ഹാമാന. പക്ഷെ അതിനകത്ത് ആര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം. ഇന്ന് രാത്രി എത്ര പേർക്ക് കരമടിച്ച് ദൈവത്തെ ആരാധിക്കാൻ പറ്റും? എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഞാൻ ആരാധിക്കുന്ന ദൈവമൈതല, ഞാൻ ഉപവസിക്കുന്ന ദൈവമൈതല, ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതല. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഇനി അമേരിക്ക ഇടപെട്ടാലും UN ഇടപെട്ടാലും ആരിടപെട്ടാലും ഈ ഉക്രൈനെ തീർക്കാൻ പറ്റത്തില്ല. അവനൊരു യഹൂദന ജീവിതകാലം ഇത് അടിച്ചിരിക്കാൻ പറ്റത്തില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ റഷ്യ തളർന്നുകൊണ്ട് നിൽക്കുക. ആ റഷ്യ ആരെ ആക്രമിക്കും?
ഇസ്രയേലിനെ ആക്രമിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, യാഫ ഇസ്രയേലിൻ്റെ വടക്കേറ്റ എണ്ണ കടപ്പുണ്ട് കടലിൽ, അത് കിട്ടിയാൽ രക്ഷപ്പെടും. 2, ചാവുകടലിൽ ധാതു ലവണങ്ങൾ, അതിനുവേണ്ടി ജാതീയാക്രമണമല്ല. അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കണമെങ്കിൽ ഒരു പാത റെഡിയാവണം. ആ പാതയുടെ പേര് ചൈനയുടെ സിൽക്ക് പാത. അങ്ങനെ റോഡ് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. വായിക്കാം, ചൈനയുടെ സിൽക്ക് പാത. ദാണ്ടേ അന്തിമ ദിനങ്ങൾ, ചൈനയുടെ സിൽക്ക് പാത, അന്തിമ യുദ്ധത്തിന് വേണ്ടി. യെശയ്യാ പ്രവചനം 19-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ചൈനയുടെ സിൽക്ക് പാത, ദ സിൽക്ക് കോറിഡോർ ഓഫ് ചൈന, ചൈനയുടെ ഇടനാഴി. വായിക്കാം, ചൈനയുടെ സിൽക്ക് പാത. വായിച്ചാട്ടെ. അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. ദാ കിടക്കുന്ന ഏശാവിന്റെ മക്കളാ മിസ്രൈം, ഈജിപ്റ്റ്, അശൂർ, സിറിയ, ഇതെല്ലാം ബന്ധിപ്പിക്കുന്ന റോഡ് വരുമെന്ന്. ചെമ്പൂർ വെള്ളറുടെ കാലം നല്ല റോഡ് വരുന്നു, ചൈനയുടെ സിൽക്ക് പാത. അടുത്ത വാക്ക് വായിച്ചാട്ടെ മോനെ. അശൂര്യർ മിസ്രൈമിലേക്കും. യാക്കോബിനെതിരായി ഏശാവിന്റെ സന്തതികൾ ഒരുമിക്കും, അശൂര്യർ മിസ്രൈമിനും. അടുത്തത് മിസ്രൈമ്യർ അശൂരിലേക്കും ചെല്ലും. മിസ്രൈമ്യർ അശൂരിലേക്കും. അതിന്റെ പേര് അറബ് ലീഗ്. അറബ് ലീഗ് നോട്ട് ചെയ്യാൻ പ്രസംഗിക്കുന്നവർക്ക് സുഖമായിട്ട് പ്രസംഗിക്കാം. അറബ് ലീഗ് എല്ലാം ഇസ്രയേലിനെതിരെ തിരിയും. അടുത്ത വാക്ക്, അന്നാളിൽ മിസ്രൈമ്യർ അശൂരിനോട് കൂടെ ആരാധന കഴിക്കും. മിസ്രൈമ്യർ അശൂരിനോട് ചേർന്ന് ആരാധന കഴിക്കും. അറബ് ലീഗ് മുഴുവൻ ഒരു പാളയത്തിനകത്ത് വന്ന് ഒരുമിക്കും അറബ് രാഷ്ട്രങ്ങൾ. അതാ ഇപ്പൊ കാണാൻ പോകുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോവാ. അടുത്ത അന്നാളിൽ അടുത്ത വായിച്ചാട്ടെ. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മാറും. മതി, ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹം. ഇന്ന് ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമാണോ? മിണ്ടുന്നില്ലല്ലോ. ഏറ്റവും അനുഗ്രഹം ഇന്ത്യക്കാർക്ക്. സ്വോത്രം. ഈ കാർഗിൽ യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധം വല്ലവരും കേട്ടിട്ടുണ്ടായിരുന്നു? കാർഗിൽ യുദ്ധം, കരമുയരട്ടെ. സ്വോത്രം. കാർഗിൽ യുദ്ധം. കാർഗിൽ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താ? പാകിസ്ഥാൻ്റെ മണ്ടയ്ക്ക് അടിച്ചിട്ട് കൊടുത്തില്ല ഇന്ത്യ. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു വാജ്പേയി. അദ്ദേഹം എടുത്ത തോക്ക് ഏതാണെന്നറിയാമോ? ഇസ്രയേലിൻ്റെ തോക്ക്. ബൈബിളിനകത്തുണ്ട്. ആ തോക്കിൻ്റെ പേര് ടൈവർ ടാർ 21. യെശയ്യാ പ്രവചനം 54:16 വീട്ടിൽ ചെന്ന് വായിക്കണം. തീക്കൊള്ളി പോലെ ഒരു ആയുധം നിനക്ക് തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ ഇടയിൽ നിന്ന് ഞാൻ എഴുന്നേൽപ്പിക്കും. അതിൻ്റെ പേരാ കാർഗിൽ യുദ്ധത്തിനകത്ത് ഇന്ത്യ പാകിസ്ഥാനെ തകർത്ത തോക്ക്, ഇസ്രായേലിൻ്റെ തോക്ക്. തീർന്നില്ല. ഇവിടുത്തെ ഇന്നത്തെ സെൻട്രൽ ഗവൺമെൻറ് ആരുടെ കൂടെ? ഇന്നത്തെ BJP ഗവൺമെൻറ് ഇസ്രയേലിൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് ഈ ദിവസം ബാലാക്കോട്ട് ഭീകരാക്രമണം, അങ്ങനെ വല്ലതും കേട്ടായിരുന്നു? ബാലാക്കോട്ട് ഭീകരാക്രമണം എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ കോട്ടയ്ക്കകത്ത് കയറി ഇന്ത്യ കയറി അടിച്ചു കൊടുത്തു, ജമ്മു കാശ്മീരിൽ അടിച്ചതിന്. അന്ന് ആരെ മിസൈലാണ് എടുത്ത്? ഇസ്രയേലിൻ്റെ മിസൈൽ. അതാ മോഡി സാർ കർത്തമത്ത് കണ്ടോലെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന ഡയറക്റ്റ് അടി കണ്ടില്ലേ? പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുന്നത് തത്സമയം മോഡി സാർ കണ്ടു. ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റ് വഴിയാണ് അത് കണ്ടത്. അന്നൊരു മിസൈൽ ഉപയോഗിച്ച്, അതിൻ്റെ പേര് സ്വാരോ. ആ മിസൈലായി ഇന്ത്യയുടെ ശംഖുമുഖത്തിനപ്പുറത്ത് ബ്രഹ്മോസിന്റെ പ്ലാന്റിൽ പോലും ഇന്ത്യ കൊണ്ടുവച്ചിരിക്കുന്നു ഇസ്രയേലിന്റെ മിസൈൽ. ബൈബിളിനകത്തുണ്ടോ ആ മിസൈലിനെ പറ്റി? ശെഖര്യാ പ്രവചനം 10 വീട്ടിൽ ചെന്ന് വായിക്കണം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ അവൻ മിന്നൽ പിണറിനെ അയക്കും. സ്വോത്രം. ഏത് രാജ്യത്തും വീഴുവാനുള്ള മിസൈൽ ആരുടെ കയ്യിൽ? അടുത്തേ ഇരിക്കുന്നു. സ്വോത്രം. ആരെയാ? ഇത് കഴിഞ്ഞിട്ട് ഇന്നാള് നമ്മുടെ ഇവർ രണ്ടുപേരോട് ഒരു അടിയുണ്ടായി. ആരൊക്കെയാണെന്നറിയാം? ഇന്ത്യയും പാകിസ്ഥാനോട് ഒരു കയ്യാല തർക്കം ഉണ്ടായി കോവിഡ് കാലത്ത്. ഗൽവാൻ, പാൻടോക്ക്, അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടായിരുന്നു? ഇന്ത്യയും ചൈനയായിട്ടൊരു കയ്യാല തർക്കം എന്നാളുണ്ടായല്ലോ. കരമുയരുന്നില്ലല്ലോ. ചെറുപ്പക്കാർ മാത്രമേ സ്ട്രോങ് ഉള്ളൂ. 44 പട്ടാളക്കാർ ചൈനക്കാർ നമ്മൾ ഞെരിച്ചു കൊന്നു. സ്വോത്രം. ഒരു ഇന്ത്യൻ ഡോക്ടറെയും അവന്മാരും കൊന്നു. അന്ന് ഈ ചൈനയുടെ പ്രധാനമന്ത്രി പറഞ്ഞ എന്താണെന്നറിയാം? ഇന്ത്യ ഞങ്ങൾ ശരിയാക്കുമെന്ന്. ചായ കുടിച്ച ഒറ്റ ആൾക്കാരും നമ്മുടെ കൂടെ നിന്നില്ല. പാവപ്പെട്ട ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ചൈനയോട് പറഞ്ഞു, അവരെ തൊട്ടാ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. സ്വോത്രം. അത് കണ്ടിട്ടാ ആരാന്നറിയാമോ? ഏത് വലിയ നേതാക്കൾ വന്നാലും മോഡി സാർ വീട്ടിൽ ഇരുന്ന് അരാം കരോ എന്ന് പറയും. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ഡൽഹി എയർപോർട്ടിൽ വരുമ്പോൾ ഓടിച്ചെന്ന് മോഡി സാറ് കെട്ടിപ്പിടിക്കും. മേരാ ബായി ആകെ ആ കറിയാച്ചനും തോമാച്ചനും വന്നെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ടാണ് ഇന്നാൾ റോഡിലെങ്ങാണ് കുഴപ്പമുണ്ടായ മോഡി സാറിന് അവർ വാട്ടർ സ്കൂട്ടറും കൊടുത്ത ഇസ്രായേൽ. അതുകൊണ്ടല്ലേ പറഞ്ഞ്. അതുകൊണ്ടല്ലേ പലയിടത്തും ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഒരു പ്രസംഗമുണ്ട്, നിങ്ങളുടെ വണ്ടിയുടെ മേളിലെല്ലാം ഇന്നൊരു ടാഗ് ഒട്ടിക്കുന്നു, ഫാസ്റ്റ് ടാഗ്. വല്ലവരും കണ്ടായിരുന്നു അങ്ങനെ ഒരു സാധനം? കാറിൻ്റെ മേളിൽ കരം ഉയർത്തിയാട്ടെ വണ്ടിയുടെ മേളിൽ ഫാസ്റ്റ് ടാഗ്. കുഞ്ഞ് കണ്ടിട്ടുണ്ട്. സ്വോത്രം. ബാക്കി ആരും കാർ കണ്ടിട്ടില്ല മോനെ. ലാസ്റ്റ് നീ എന്നെ കണ്ടിട്ട് പോകണം. സ്വോത്രം. നിനക്കൊരു പ്രൈസ് ഉണ്ട്. ബാക്കി ആരും കാറും കണ്ടിട്ടില്ല, വണ്ടിയുടെ മേളിൽ സ്റ്റിക്കർ ഒട്ടിച്ചില്ല. ഈ ഫാസ്റ്റ് ടാഗ് ആരാ കൊണ്ടുവന്നതെന്നറിയാമോ? അമിത്ഷായും മോഡി സാറും കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാ കൊണ്ടുവന്നതെന്ന് അറിയാമോ? സ്വോത്രം. പറയാം. നമ്മുടെ കാറിനകത്തിരിക്കുന്ന കള്ളനോട്ടും കഞ്ചാവും എല്ലാം പൊക്കുമെന്ന്. യഹൂദന്റെ ടെക്നോളജി തീർന്നില്ല. സ്വോത്രം. ഈ അടുത്ത ദിവസങ്ങളിൽ
പെഗാസസ് അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? ഇന്ത്യൻ പാർലമെന്റിൽ പെഗാസസ് അവിടെ കൊച്ചുമോൻ അവൻ കമ്പ്യൂട്ടർ അറിയാവുന്നുണ്ടോ? പെഗാസസ് എന്താണെന്നറിയാമോ? 2018 എൻ്റെ കൂടെ ഷൈജു കാണും, നമ്മുടെ സാജിലൊക്കെ ഉണ്ട്. 2018 ഞാൻ പറഞ്ഞു ഒരു സംഭവം. ഇന്ന് നമ്മുടെ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സിസ്റ്റർ, നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ വാട്സപ്പ് ചോർത്തിയെന്ന് 2018 കോവിഡിന് മുമ്പിട്ട് ഞാൻ പ്രസംഗിച്ചു. അന്ന് ആൾക്കാർ വന്ന് പത്രത്തിൽ പോലും വാർത്തയില്ല, പാസ്റ്റർ ഇതെങ്ങനെ പ്രസംഗിച്ചത്, കള്ളമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിവരം തരുന്ന ഒരാൾ രാവിലെയും വൈകിട്ട് ഞാൻ ഇസ്രായേലിൽ നിന്ന് വിവരം എടുക്കാറുണ്ട്. അമേരിക്കയിൽ നിന്ന് നമ്മുടെ പിള്ളേർ ഇവിടെ കിടക്കുന്നു, കാനഡയിലാണ് എഡ്മന് 2 കുഞ്ഞുങ്ങൾ കിടക്കുന്നു, ബ്രിട്ടനിലെ ലേറ്റിയിലാണ് വേറെ 2 പിള്ളേർ കിടക്കുന്നു. എല്ലാ സ്ഥലത്തും കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ ഏഷ്യാനെറ്റ് വരുന്നതിന് മുമ്പിട്ട് വാർത്ത നമുക്ക് അയച്ചുകൊണ്ടിരിക്കും. പാസ്റ്റർ ഇവിടെ റെഡിയാണ്. സ്വോത്രം. 2018 ഒരു ദിവസം ഞാൻ എവിടെയോ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആളിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അവൻ ടെല്ലവീവിലുണ്ട്. മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ പ്രസംഗിച്ചോ, പ്രിയങ്ക ഗാന്ധിയുടെ വാട്സപ്പ് ഇസ്രായേൽ ചോർത്തി മോഡി സാറിന് കൊടുത്തെന്ന്. ഞാൻ പറഞ്ഞു അല്ലേ തന്നെ ഇവിടെ അടി നടക്കുവാന്ന്. ഞാനത് പ്രസംഗിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇദ്ദേഹം പറയുന്നത് എന്തോ തെറ്റാന്ന്. ഇപ്പം കണ്ടില്ലേ ഒരു സാധനം കൊണ്ടുവന്നു, പെഗാസസ്. ആരുടെ ചോർത്തി? കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ ചോർത്തി, ജഡ്ജിയുടെ ചോർത്തി. നമ്മുടെ ഈ ചെമ്പൂരിൽ റേഷൻ കടക്കാരെ അവറാച്ചായി മണ്ണെണ്ണ ഊറ്റി കൊടുക്കുന്ന പോലെ എല്ലാത്തിൻ്റെ ഊറ്റിയെന്ന്. അതിൻ്റെ പേരാ പെഗാസസ്. NSO സോഫ്റ്റ്വെയർ. ഇസ്രായേലിൻ്റെ സാറ്റലൈറ്റ് നമ്മളിവിടെ സംസാരിക്കുന്ന മൊത്തം ചോർത്തിയെന്ന്. അത്തി തളർത്തു, കൊമ്പിളതായി വേനലെടുത്തു. അതുകൊണ്ട് ചൈനക്കാരൻ അന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യക്കാർ പറഞ്ഞു ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. സ്വോത്രം. ഇസ്രായേൽ കൂടെ നിന്നപ്പോൾ ഇന്ത്യ ഒരു റോഡ് വെട്ടി 3000 കിലോമീറ്റർ. സന്തോഷമില്ലല്ലോ, ലഡാക്കിൽ കൂടെ ഹൈവേ. അതുകൊണ്ടാണ് ഇന്നാൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് റോഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ട് ഹല്ലേലൂയ സ്വോത്രം എന്ന് പറഞ്ഞ കണ്ടില്ല. ഇതൊക്കെ വായിക്കണം, പത്രത്തിനകത്ത് യേശു വരാറായി. നമ്മൾ സ്വപ്നയുടെ സ്വർണ്ണവും സരിതയുടെ സോളാറും കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇത് കാണ്, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത്. അതാ ഇന്ന് കുഞ്ഞ് വായിച്ചത്. അന്നാളിൽ യഹോവ മിസ്രയീമിന്റെ അറ്റത്ത് നിന്ന് അശ്ശൂരിന്റെ അറ്റത്ത് നിന്ന് ഒരു പെരുവഴി ഉണ്ടാക്ക്. അശ്ശൂര്യർ മിസ്രയീമ്യരോട്, മിസ്രയീമ്യർ അശ്ശൂര്യോട് ആരാധന കഴിക്കും. അറബ് ലീഗ് ഒന്നിക്കും. അത് മാത്രമല്ല അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായിരിക്കും. സന്തോഷമില്ലല്ലോ? നമ്മൾ കൈ അടിക്കുന്നില്ല. 2 മാസം മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് അന്തിയൂർക്കോണത്താണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ BJPയിലെ സഹോദരന്മാരായി കയ്യാലെ മൊത്തം ചാരി നിന്ന് സ്വോത്രം. ലാസ്റ്റ് പ്രസംഗം കഴിഞ്ഞിട്ട് അവരെന്നോട് പറയാം, പക്ഷേ BJPക്കാരെ ഞങ്ങൾക്ക് പോലും ഇത് അറിയത്തില്ല, ഞങ്ങൾ തുണ്ടെഴുതി വെക്കുവാന്ന്. സന്തോഷമുണ്ടെന്ന് ഇത് കേട്ടതിന് സ്വോത്രം. അവർക്ക് പോലും അറിയത്തില്ല ഇന്ത്യയെ നിർത്തിയിരിക്കുന്ന ആരാത്. അതുകൊണ്ടല്ലയോ മോഡി സാറ് ഇദ്ദേഹം ശ്രീ അമിത്ഷാ ഒക്കെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന പിൻപിൽ ഒരു കൂട്ടം നിൽപ്പുണ്ട്. അതുകൊണ്ട് ചങ്കൂറ്റമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടല്ലോ കഴിഞ്ഞ ദിവസം ചൈനയോട് പറഞ്ഞ് മര്യാദയ്ക്ക് ഇന്നില്ല നിന്നെ അടിച്ചു ഒതുക്കുമെന്ന്. സ്വോത്രം. കുറേ ആളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ചൈനയുടെ സിൽക്ക് പാത എവിടെ തുടങ്ങി? ഇനിയുള്ള കാര്യങ്ങൾ ഇതെവിടാ തുടങ്ങിയത്? 2009. ശ്രദ്ധയോടെ ഇരിക്കണം. അറബ് ലീഗ് ഒരുമിക്കാൻ പോന്നു. 2009 ആഫ്രിക്കയുടെ വടക്കേറ്റത്ത് ഒരു സംഭവം ഉണ്ടായി. അതിൻ്റെ പേര് അറബ് വസന്തം. അതാ പണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടുമായിരുന്നു, ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 2009 ആഫ്രിക്കയുടെ വടക്കേറ്റം തകർന്നു. ടുണീഷ്യ, അൾജീരിയ, ആ കാറ്റ് അടുത്ത തരത്തേക്ക് വന്നു. ഈജിപ്റ്റ്, ഹോസ്നി മുബാറക്ക്, ലിബിയ, കേണൽ ഗദ്ദാഫി, അത് കഴിഞ്ഞിട്ട് ജോർദാൻ, ഹുസൈൻ രാജാവ്. ഇന്ന് രാത്രി സിറിയ പുകയുന്നു. സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് വീഴുന്നു. യമനിൽ ഡ്രോൺ പറക്കുന്നു. കുവൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു ഷേക്കിന് വേണ്ട. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലമായി ഇറാനിൽ ഇന്ന് പകൽ കലാപം പടരുന്നു. ഈ പട്ടണങ്ങൾ വീഴുവാൻ പോകുന്നു. അതിൻ്റെ മറവിൽ കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ശാന്തതയായിരുന്നു. എവിടെയായിരുന്നു? അഫ്ഗാനിസ്ഥാൻ. എന്താ അഫ്ഗാനിസ്ഥാൻ? 20 വർഷം അമേരിക്ക ഒരു കുഞ്ഞിനെ കൈക്കൊണ്ട് നടന്നതുപോലെ അഫ്ഗാനെ കൊണ്ടുവരുന്നു. അമേരിക്കക്കാരൻ്റെ കാശില്ല. അമേരിക്ക ആരുടെ കൈ കൊടുത്തു? താലിബാന്റെ കയ്യിൽ കൊടുത്തു. ഈ റോഡ് ഇസ്രയേലിനെ ആക്രമിക്കാൻ പോകുന്ന ചൈനയുടെ സിൽക്ക് പാത. ഈ റോഡിന്റെ പ്രത്യേകത എന്താ? ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മുടെ പ്രഭാഷണത്തിന്റെ മിഡിൽ ഏജിലേക്ക് വന്നു. അതിന്റെ പ്രഭാഷണമാണ് 1 അഫ്ഗാനിസ്ഥാൻ, 2 പാകിസ്ഥാൻ. പാകിസ്ഥാൻ കടക്കുമ്പോൾ അടുത്ത നദിയുണ്ട്, അടുത്ത പട്ടണമുണ്ട് ഇറാൻ കടക്കുമ്പോൾ അടുത്ത പട്ടണമുണ്ട് ഇറാഖ്. ഇതിൽ അറബ് ലീഗ് എഴുന്നേൽക്കാൻ പോകുന്നു. അത് കഴിയുമ്പോൾ ഒരു നദിയുണ്ട്, അതിൻ്റെ പേര് യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. അതിൻ്റെ അപ്പുറത്തൊരുത്തനുണ്ട് തുർക്കിയിലെ തൈബർദോഗൻ. ആരാ? ഹാഗിയ സോഫിയ പള്ളി പിടിച്ചവർ. തുർക്കിയിൽ നിന്ന് നേരെ എവിടെ കയറാമെന്ന് അറിയാമോ? സിറിയയിലേക്ക് കയറാം. സിറിയയിലേക്ക് കയറിയാൽ ഇസ്രയേലിനെ അടിക്കാം. ആ റോഡിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. അന്ത്യദിനങ്ങൾ. ഇന്ന് രാത്രി ദൈവമക്കൾ പറയണം, ഇതെല്ലാം ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. അശൂര്യർ മിസ്രൈമർ അശൂര്യമായി ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവനായി ആരെ ആക്രമിക്കുവാൻ എഴുന്നേറ്റ് വരും? ഇസ്രയേലിനെ ആക്രമിക്കുവാൻ എഴുന്നേറ്റ് വരും. ആരാ? തുർക്കിയിലെ തൈബർദോഗൻ. ഇന്ന് അറബ് ലീഗിന്റെ നേതാവ്. യേശു വരുന്നതിന് മുമ്പ് ഒരാൾ വന്നു,
അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? സ്നാപക യോഹന്നാൻ. കരമുയരുന്നില്ലല്ലോ. അതുപോലെ അന്തിക്രിസ്തു വരുന്നതിന് മുമ്പ് അവൻ്റെ റൂട്ട് ശരിയാക്കുവാൻ കത്തോലിക്കരുടെ പുണ്യ ദേവാലയമായ ഹാഗിയ സോഫിയ ഇന്ന് തുർക്കിയിലെ ഇസ്തംബൂളിൽ പിടിച്ചവനാ ഈ തുർക്കിയിലെ തൈബർദോഗൻ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഷാങ്കായ് ഉച്ചകോടി മോഡി സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ 4 സഹോദരന്മാർ കരം കൊടുക്കുമ്പോൾ ആരൊക്കെ? ചൈന, റഷ്യ, തുർക്കി, ഇറാൻ. ഇവർ 4 പേരും പതാക ഉയർത്തി കൈ കൊടുക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഒരു യുദ്ധത്തിന്റെ ശങ്കുലികൾ മുഴങ്ങുവാൻ കാലമായി. എൻ്റെ യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി തുടങ്ങി. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്ക് ക്ഷാമവും യുദ്ധവും ഭൂകമ്പവും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇതെവിടെ പോകും? 1 ഇസ്രയേൽ, 2 ജെറുസലേം ഭാരമുള്ള കല്ല്, 3 അറബ് ലീഗിന്റെ നേതൃത്വത്തിൽ ജാതികൾ വിരോധമായി എവിടുന്ന് തുടങ്ങും? അഫ്ഗാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, തുർക്കി, അതിനുശേഷം സിറിയ. ഏശാവിൻ്റെ മക്കൾ മുഴുവൻ അങ്ങ് കയറും. ഈജിപ്റ്റ്, ലിബിയ, ലബനോൻ എല്ലാം കയറാൻ പോകുന്നു. ആരെ ആക്രമിക്കുവാൻ? ഇസ്രയേലിനെ ആക്രമിക്കുവാൻ. വായിച്ചു തുടങ്ങാം. ഇനി ബൈബിൾ എടുക്കണം. ഇനി പറയാതെ പോയാൽ കാണാതെ പറഞ്ഞ കാര്യമല്ല, മനസ്സിലാക്കാം. അടി വരുമോ ഇസ്രയേലിന് നേരെ? എസെക്കിയേൽ 38:7-8. ശ്രദ്ധയോടെ ഇരിക്കട്ടെ. ഇനിയുള്ള വാക്യങ്ങൾ വളരെ വേഗത്തിൽ പോയി. എസെക്കിയേൽ 38:7-8 വാക്യങ്ങൾ വായിച്ചിട്ട് കുഞ്ഞ്. ഒരുങ്ങിക്കൊള്ളുക. നീയും നിന്റെ അടുക്കൽ കൂടിയിരുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. അറബ് ലീഗ് ഒരുങ്ങിക്കൊള്ളുക. അടുത്തത്, നീ അവർക്ക് മേധാവിയായിരിക്കും. റഷ്യ ഇതിനെല്ലാം മേധാവിയായിരിക്കും. ഗോഗ്. അടുത്ത വാക്ക് വായിച്ചാട്ടെ, വേഗത്തിൽ വായിച്ചോ, കുഴപ്പമില്ല. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. ഇപ്പൊ ഒരു സമാധാന കാലം. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. അടുത്ത വാക്ക്, വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും കൊച്ചി മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് റഷ്യ വന്ന് ചേരും മക്കളെ. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം. ആ രാജ്യം ഏതാ മോനെ? വൈര്. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങൾ തന്നെ കരമുയർത്തിയാട്ടെ. നിരന്തരം ശൂന്യമായി. അറബി ഒട്ടകത്തെ മേയിച്ചും മൂങ്ങ മൂളിയും കാടുകളും പനകളും കടന്ന ഇസ്രയേൽ ഇന്ന് മനോഹര ദേശമായി. ആ ദേശത്തേക്ക് നീ മടങ്ങിച്ചെല്ലും. അങ്ങനെയെങ്കിൽ റഷ്യയുടെ നേതൃത്വത്തിൽ അറബ് ലീഗ് ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വരും. ശ്രദ്ധയോടെ പ്രഭാഷണം കേൾക്കണം. അപ്പോൾ ലോകം 2 ചേരിയിലാവോ? ആരൊക്കെ റഷ്യയുടെ കൂടെ, ആരൊക്കെ ഇസ്രയേലിൻ്റെ കൂടെ? 1-ാം ചേരി. വായിക്കാൻ മോനെ. എസെക്കിയേൽ പ്രവചനം 38:5-6 പഠിച്ചോണ്ടേ ഇറങ്ങാവൂ. അല്ലാതെ യേശു വരുന്ന യുദ്ധം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം വചനപ്രകാരം പഠിക്കണം. വായിക്കാം. എസെക്കിയേൽ 38:5-6 വാക്യങ്ങൾ വായിക്കാം. അവരോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരുകയും ധരിച്ച പാർസികൾ. 1 ഇറാൻ. ഇതാണ് പാർസികൾ, ഇറാൻ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. കൂശ്യർ ഇന്നത്തെ എത്യോപ്യ രാജ്യം, ഇന്നത്തെ ലിബിയ രാജ്യം. ഇതെല്ലാം നോഹയുടെ കൊച്ചുമക്കളെ. ഉൽപ്പത്തി 10 വീട്ടിൽ ചെന്നാൽ ഇതെല്ലാം വായിക്കാം. അടുത്തത് ഗോമേർ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയിലെ തൈബർദോഗൻ. അടുത്തത് വൈര്. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ റഷ്യയുടെ കീഴിൽ. അടുത്ത വേറൊരുത്തനോട് അങ്ങോട്ട് വായിച്ചാട്ട് മോനെ. വടക്കേ അറ്റത്തുള്ള അറബ് ലീഗ് മുഴുവൻ അവന്റെ കീഴിൽ. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കും. നിങ്ങൾ പുറകെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ് എന്ന് പറയുന്നത്. ഇത് പിന്നെ മൊബൈലിൽ നിങ്ങൾ സ്റ്റോർ ചെയ്തുകൊണ്ട് വെച്ചത്. ഒരു മഹാസമുദ്രമായി. അടുത്ത വാക്കോട് വായിച്ചാട്ട് മോനെ. തോഗർമാഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോട് കൂടെ പുറപ്പെടുമാറാക്കും. നിന്നോട് റഷ്യയുടെ കൂടെ ഇത്രയും പേര് ചേരുമെന്ന് മിണ്ടുന്നില്ലല്ലോ. റഷ്യ ഒറ്റയ്ക്കല്ല ആക്രമിക്കുന്നത്. യവന്റെ കൂടെ ഇത്രയും രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കും. അങ്ങനെയെങ്കിൽ ഈ പാവപ്പെട്ട ഇസ്രയേലിനെ അപ്പോൾ ആര് സഹായിക്കും? വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38:13. ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്കിത് പ്രസംഗിക്കാം. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്ന പോലെ പോകുന്നത്. എസെക്കിയേൽ 38:13 വായിച്ചാട്ട് മോനെ. ഇസ്രയേലിന്റെ കൂടെ ആരൊക്കെ? വായിച്ചാട്ടെ. ശബ ഇന്നത്തെ യമൻ രാജ്യം. അവിടെ ഒന്ന് ചവിട്ടിയാര മോനെ. ഇന്ന് ഈ യമനെ എന്തുകൊണ്ട് കാര്യം എന്നറിയാം? സൗദി അറേബ്യ. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? സൗദി അറേബ്യ എന്ന് പോയവരും കാണും. കാരണം ഒന്ന് ഉയർത്തിയാട്ട് സന്തോഷമില്ലല്ലോ. സൗദി അറേബ്യ പോയവരും ഇടിരിപ്പുണ്ട്. ചിലർ വിചാരിക്കും ഞാൻ വിസ ചോദിക്കുമെന്ന്. സ്വത്രം വേണ്ട സ്വത്രം. ഇവിടെ ചെമ്പൂര് പ്രസംഗിക്കാൻ സമയമില്ല, പിന്നെ അങ്ങനെ സൗദി പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ സൗദി അറേബ്യയിൽ എണ്ണ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അരാംകോ. നോട്ട് ചെയ്യണം പഠിക്കുന്ന പിള്ളേർ. ഏറ്റവും വലിയ എണ്ണ കമ്പനി സൗദിയുടെ അരാംകോ. അത് അമേരിക്കയ്ക്കും പാർട്ട്ണറുണ്ട്, സൗദിക്കും പാർട്ട്ണറുണ്ട്. ഈ യമനിലെ കൂത്തിയും അതിൽ നമ്മളിപ്പോൾ പൊട്ടാസ് അടിക്കുന്ന പോലെ ഇങ്ങോട്ട് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ താമസിയാതെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് 2 മാസം മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ സൗദി വന്നായിരുന്നു.
ഈ യമൻ്റെ അതിർത്തി എല്ലാം നോക്കിയിട്ടാണ് പോയത്. ഈ യമനെ യവന്മാർ സൗദിയെ കൊണ്ട് അമേരിക്ക പിടിച്ച സൗദിയുടെ കൈ കൊണ്ടുവരും. അത് അമേരിക്കയുടെ കസ്റ്റഡിയിലാവും. അതുകൊണ്ട് ആ ശബ പണ്ട് പിന്നെ ശലോമോൻ്റെ ജ്ഞാനം അറിയാൻ ഒരു രാജ്യം വന്നില്ലേ, ശേബാ രാജ്ഞി, അങ്ങനെയൊക്കെ വല്ലതും വായിച്ചിട്ടുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. ഇതെല്ലാം ബൈബിളിലുണ്ട്. യമൻ ആ ശബ. അടുത്ത വായിച്ചാട്ടെ. അടുത്ത വായിച്ചത് ദദാൻ. യമൻ്റെ തൊട്ടപ്പുറത്ത് ഒരുത്തൻ കിടപ്പുണ്ട്, അവൻ്റെ പേരായ ഏഡൻ. ആ ഏഡനിൽ നിന്ന് കാല് വെക്കുന്നത് വെള്ളറുടെ ഇറങ്ങുന്ന പോലെ ഈജിപ്റ്റ്, അതിലെ കൂടെ ഇസ്രായേലിൽ ചെല്ല. ഇതെല്ലാം ക്ലിയർ വഴിയാ. ചരിത്രം പറയാൻ എനിക്ക് നേരമില്ല. അടുത്ത വാക്കൂടെ വായിച്ചാട്ട് മോനെ. തർശീശ് വർത്തകന്മാരും. തർശീശ് ആരാന്നറിയാമോ? ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവനെല്ലാം ഇസ്രായേലിന് സൈഡ്. 1 അമേരിക്ക, 2 കാനഡ, 3 ഓസ്ട്രേലിയ, 4 യൂറോപ്യൻ യൂണിയൻ. ഇവരല്ലയോ ഇപ്പോൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത്? കരം ഉയരുന്നില്ലല്ലോ. പേപ്പർ വായിച്ചാൽ എത്ര പേരുണ്ട്? സന്തോഷമില്ലല്ലോ. ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന ഇവർ തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും. ലോകം 2 ചേരിയിലായി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ക്ലിയർ ആയില്ലേ? അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട് മോനെ. ആ ശബയും ദദാനും തർശീശ് വർത്തകങ്ങളും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്. ബാലസിംഹങ്ങൾ ഇന്നത്തെ ജപ്പാൻ സഹിത അമേരിക്കയുടെ സപ്പോർട്ട് നിൽക്കും. ഇന്ത്യ മിണ്ടുന്നില്ല. നമ്മളൊരു പരുവത്തിൽ പോവും, എവിടെ ചേരുമെന്ന് അറിയത്തില്ല. അങ്ങനെയെങ്കിൽ ലോകം 2 ചേരിയായില്ലേ കോവിഡിന്റെ മറവിൽ? അതാ ഇന്നത്തെ ഉച്ചകോടികൾ. ഇവരെവിടെ കയറും? അടുത്ത വാക്യവും കൂടെ വായിച്ചിട്ട് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. എസെക്കിയേൽ പ്രവചനം 38, 15, 16. ശ്രദ്ധയോടെ ഇരിക്കണം. ഇത് അന്ത്യകാല പ്രവചനം. നിങ്ങളിവിടെ ഉറക്കം തൂങ്ങി ഇരിക്കുക. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് പോയാൽ ഇതുപോലൊരു പ്രസംഗം കേൾക്കാൻ പറ്റത്തില്ല. അവിടെ 55 മിനിറ്റ് ചില നേതാക്കന്മാർ വന്ന് ദേ പോയി ഇതാ വന്നെന്ന് പറയും. നിങ്ങളുടെ സ്വോത്രാഴ്ച 500 മേടിച്ചുകൊണ്ട് പോകും സ്വോത്രം. അവിടെ പോയിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാം പോസ്റ്റ് ഒട്ടിച്ച് കണ്ടില്ലേ? കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഏതാണ്ട് ഇളക്കാൻ വരുന്നു, തീ പോലെ പറക്കാൻ വരുന്നു. ഒരു രക്ഷയില്ല. അവിടെ യേശുവിൻ്റെ വരവെന്നും പറയത്തില്ല. ഇന്ന് ഈ പെന്തിക്കോസുകാരെ പച്ചക്ക് CSIക്ക് അങ്ങനെ കുഴപ്പമില്ല. പെന്തിക്കോസുകാർക്ക് ഒരു കുഴപ്പമുണ്ട്, ഇളക്കുന്ന ആൾക്കാരെ മാത്രം മതി. നിന്റെ കുറ്റി ഇളക്കിയിട്ട് അവൻ പോകുന്നേ അറിയത്തില്ല. സ്വോത്രം. അതുകൊണ്ടാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഇത്രയും ക്ലിയറായിട്ട് അന്ത്യകാലം കേട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കണക്ക് പറയും. സ്വോത്രം. അതുകൊണ്ടാണ് ചങ്ക് കയറി. എത്ര മണിക്കൂറായി സാർ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക? 7:30 മൈക്ക് തന്നെ 9 മണിയാവാറ്. ഇതുവരെ ഒരു കട്ടം വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങൾ ഈ വചനം മനസ്സിലാക്കണം. ഞാൻ ഈ കുഞ്ഞുങ്ങളെല്ലാം ഓർക്കുന്നു, ഗിരീഷ് പാസ്റ്റർ ഓർക്കുന്നു, സാജിലിനെ ഓർക്കുന്നു. ഇവരെല്ലാം ഒരു കാലത്ത് ഞാൻ കൂടിയിരുത്തിയതാ. ഇവരെല്ലാം ഇന്ന് കർത്താവിൻ്റെ വചനം എടുക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതിന് പിൻപിൽ സാറിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നില്ല, വഴി കാട്ടുവാൻ ഒരു ദൈവത്തിൻ്റെ ദാസനും ഉണ്ടായിരുന്നു. സ്വോത്രം. നിങ്ങൾ കൈയടിക്കത്തുമില്ല, കൈ ഉയർത്തത്തുമില്ല. ഒരു കള്ളുകൂടിയാണ് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടം പോലെ കാര്യം. ഒരു ദൈവദാസനെ വളർത്താച്ചിരി പാടാ മക്കളെ. സ്വോത്രം. ഈ പുസ്തകം എടുത്തുകൊണ്ടിരിക്കുക. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണത്, എൻ്റെ ആഗ്രഹം നാളെ ഞാനിവിടെ കുഴഞ്ഞു വീണാലും അല്ലെങ്കിൽ ഒരു കടപ്പായി പോയാലും ഞാൻ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം ചെമ്പൂരിൽ നിന്ന് 4 കുഞ്ഞുങ്ങളെങ്കിലും ചുമക്കണം. അതിനു വേണ്ടി ആ മക്കളെ ചങ്ക് കീറി സത്യത്തിൻ്റെ സുവിശേഷം പറയുന്നു. സ്വോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ഇവർക്കെല്ലാം അറിയാം, എനിക്ക് വലിയ ആൾക്കാരുമായിട്ട് കമ്പനിയില്ല. എൻ്റെ ആഗ്രഹം എളിമയുള്ള കുഞ്ഞുങ്ങളെല്ലാം യേശുവിനെ ഉയർത്തണം. അവരെല്ലാം യേശുവിൻ്റെ വചനം പ്രസംഗിക്കണം. സഹോദരിമാരും യേശുവിനെ കൂടെയുള്ള രക്ഷ പറയണം. വഴി നീളം നിന്നവർ യേശുവിൻ്റെ സാക്ഷികളാകണം. സ്വോത്രം. അതിനുവേണ്ടിയല്ലേ നമ്മൾ യോഗ സംഘടിപ്പിച്ചത്. അല്ല നമ്മുടെ ഡോക്ടറേറ്റ് PhD ഒന്നുമല്ല. നിങ്ങളെല്ലാം യേശുവിൻ്റെ വക്താക്കളാണ്. ആർ യു കാളിംഗ് ദി അംബാസഡേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? യേശുവിൻ്റെ അംബാസഡർമാരായി ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ചെമ്പൂരിൽ നിന്ന് വാർത്തെടുക്കട്ടെ എന്ന് ഇന്ന് രാത്രി എൻ്റെ പ്രാർത്ഥന. അതിനുവേണ്ടി യോഗ സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എപ്പോൾ നടക്കുക, എങ്ങനെ നടക്കും? വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38, 15, 16. എസെക്കിയേൽ പ്രവചനം 38, 15, 16 വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? അന്നാളിൽ നീ അറിയയില്ല. അടുത്ത വാക്ക് ബൈബിള് പ്ലെയിനെ പറ്റി പറയാൻ പോവാ. അന്നാളിൽ അടുത്ത വാക്ക് വായിച്ചാട്ടെ. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. എത്ര ക്ലിയറാ! വടക്കേ അറ്റത്തായി സിറിയ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന സിറിയ. ആ സിറിയയുടെ മതിലിന്റെ പേരാ സഹോദരങ്ങളെ ഗോലാംകുന്ന്. ഗോലാംകുന്നിൽ കൂടെ സിറിയയുടെ മണ്ണിലോട്ടിറങ്ങാൻ പോവാ. ബൈബിളും ചരിത്രവും ഇത്ര ആഴമായിട്ട് സമയം ഉണ്ടായോണ്ടാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. അടുത്ത വാക്ക് വടക്കേ അറ്റത്ത് നിന്ന് വായിരുമക്കളെ. ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ. എന്താ മേഘം? ദേശത്തെ മറയ്ക്കേണ്ടതിന് മേഘം വരുമെന്ന്. മിന്നലുള്ള മേഘമല്ല, കാർമേഘമല്ല. ഇതാ ബൈബിളിന്റെ തനിമ കേൾക്കണം. മേഘം പോലെ എൻ്റെ ജനം. വായിച്ചാട്ട് മോനെ അടുത്ത വാക്യം കൂടെ കേൾക്കട്ടെ. എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. മേഘം പോലെ. എന്താ മേഘം എന്നറിയാമോ? ഇസ്രായേലിന്റെ മേഘം അടിക്കുമെന്ന്. മേഘം എന്താണെന്നറിയാമോ? യുദ്ധവിമാനങ്ങൾ. സ്വോത്രം. യുദ്ധവിമാനം കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കോവിഡായിട്ട്
2-3 വർഷമായിട്ട് ശംഖുമുഖ തേർ ഷോ ഇല്ല. അങ്ങനെ ഒരു സംഭവം അറിയാവുന്ന വല്ലവരും ഉണ്ടായിരുന്നു? തിരുവനന്തപുരം ശംഖുമുഖ തേർ ഷോ കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അവിടെ ഈ നേവിയുടെ എയർഫോഴ്സിൻ്റെ വിമാനം ചെന്ന് കാണും. എയർ ഇന്ത്യയുടെ കണക്ക് വെള്ളയല്ല, എമിറേറ്റ്സിൻ്റെ കണക്ക് ചുമപ്പല്ല, ഇൻഡിഗോയുടെ കണക്ക് നീലയല്ല. യുദ്ധവിമാനങ്ങൾ ചാരക്കള്ളർ കരമുയരുന്നില്ലല്ലോ. അപ്പം എന്നാ എസക്കേൽ പ്രവചനം എഴുതിയത്? ഇന്നേക്ക് 2590 കൊല്ലം മുമ്പ് മക്കളെ ഇത് എഴുതിയത്. അന്ന് അറ്റ്ലസ് കമ്പനിക്കാരന് ഗർക്കുലിസ് ഒരു സൈക്കിൾ പോലും കണ്ടുപിടിച്ചിട്ടില്ല. എന്നാ വിമാനം കണ്ടുപിടിച്ചത്? കരമുയരുന്നില്ലല്ലോ. വിമാനം കണ്ടുപിടിച്ചതാരാ? അതും അറിയത്തില്ല. 1903 അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാരാ വിമാനം കണ്ടുപിടിച്ചത്. കരമുയരുന്നില്ലല്ലോ. ഇർബീൽ റൈറ്റ്, ഓർബീൽ റൈറ്റ്, 2 ചെറുപ്പക്കാരാ. അന്നൊന്നും ഈ വിമാനത്തിൻ്റെ നട്ടും ബോൾട്ടുമില്ല. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ഭക്തനായ എസക്കേലിനോട് സ്വർഗം പറഞ്ഞു, റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് വിമാനങ്ങളിലെങ്കിൽ ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? സ്വോത്രം. ഉക്രൈന് 400 ഫൈറ്ററുകളാ ഒരു രാത്രി ആക്രമിച്ചു. അതുപോലെ ഇസ്രയേലിനെ ആക്രമിക്കും. ആരെ? റഷ്യ ആക്രമിക്കും. അറബ് രാജ്യങ്ങൾ സപ്പോർട്ട് കൊടുക്കും. ഈ യുദ്ധം എപ്പോൾ നടക്കും? അടുത്തതും വാക്യങ്ങൾ, 4 വാക്യങ്ങൾ കൂടെ കഴിയുമ്പോൾ ഈ രാത്രി സമാപിക്കുക. വായിക്കാം എസക്കേൽ പ്രവചനം 21, 26, 27 വാക്യങ്ങൾ. എസക്കേൽ പ്രവചനം 21, 26, 27 വാക്യങ്ങൾ വായിച്ചാട്ടെ മക്കളെ. യുദ്ധം യഹോവയായ വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യുദ്ധം എപ്പോൾ നടക്കുമെന്ന് ഇപ്പം നിങ്ങൾ പറയണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അടുത്ത വാക്ക്, അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും താഴെ കിടക്കുന്നവൻ ഭരണാധികാരികളാവും. അടുത്തത് വായിക്കാം തിരിച്ച്. ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അവിടെ ഒന്ന് ചവിട്ടിയേറെ. ഇതിപ്പോ കാണുന്നുണ്ടോ? ശ്രദ്ധയോടെ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാ? ബ്രാഹ്മണനാന്നു, നായർ സമുദായക്കാരനാന്നു. സഖാക്കളും കേൾക്കട്ടെ. കണ്ണൂരില് ചെത്തുതൊഴിലാളി കുടുംബത്തിൽ 10 മക്കളിൽ 5ാമത്തെ മകനാ 3.5 കോടി ജനത്തെ ഭരിക്കുന്നത്. സന്തോഷമില്ലല്ലോ. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ആരാ? ബ്രാഹ്മണ കുടുംബമാണോ? ഗുജറാത്തിൽ തട്ടുകടയിൽ ഓടുന്ന ട്രെയിനകത്ത് ചായ ഒഴിച്ചുകൊണ്ട് നടന്ന പാർട്ടിയാ ഇന്നത്തെ ശ്രീ മോഡിജി. സന്തോഷമില്ലല്ലോ. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു? രാംനാഥ് കോവിന്ദ്. ഒരു ബീഹാറിലെ യു പിയിലെ ഒരു അധകൃത കുടുംബത്തിൽ ജനിച്ചതാ രാംനാഥ് കോവിന്ദ്. അത് കഴിഞ്ഞിട്ട് ശ്രീ KR നാരായണൻ എന്ന് വല്ലവരും കേട്ടിട്ടുണ്ടോ? കരമുയരുന്നില്ലല്ലോ. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് കൂത്താട്ടുകുളം ഒറ്റപ്പാലം മത്സരിച്ച KR നാരായണൻ. അദ്ദേഹം ആരാ? ഒരു പിന്നോക്ക കുടുംബത്തിൽ പിറന്നത്. ഇനിയുള്ള കാര്യം കേൾക്കണം. ഇപ്പം ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? ദ്രൗപദി മുർമു. എവിടാ? കോട്ടൂരിലെ കാണികളുടെ ഇടയ്ക്ക് വന്നത്. അതേ സെയിം കാസ്റ്റാ. ആരാന്നറിയാവോ? ബീഹാറിൽ ഏറ്റവും പിന്നോക്കമായ കോളനിക്കകത്ത് കിടക്കുന്ന ഏറ്റവും ട്രൈബൽസിൻ്റെ ഇടയിൽ നിന്നൊരു ടീച്ചറാ ദ്രൗപദി മുർമു. മിണ്ടുന്നില്ലല്ലോ. ഇതൊക്കെ പേപ്പർ വായിച്ചായിരുന്നോ? തുടത്തില്ല. ദ്രൗപദി മുർമു. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് തമിഴ്നാട് 5 മൂട് കഴിഞ്ഞാൽ അവിടെ മുന്നാടി ഒരു മുതലമച്ചർ ഇരുന്ന്. ആരാന്നറിയാമോ? പനീർ സെൽവം. அந்த கேட்டிருக்குது. எத்தனை பேர் இருக்குது? பன்னீர் செல்வம். யார் அவர்? அண்ணாடிஎம்கே ஆஃபீஸில் டீ போட்டுதா அருமையான வேலைக்கார் தான் മുൻ തമിഴ്നാടിൻ മുതലമച്ചർ. നിങ്ങൾക്ക് സന്തോഷമില്ല. ചെമ്പൂരി കടന്നിട്ട് തമിഴ് അറിയത്തില്ല. ചാത്തന്നു കിടക്കുന്നത് ഞാൻ എന്ത് ഭക്തമായിട്ട് തമിഴ് പഠിച്ചു. സ്വോത്രം. എനിക്കറിയാം കേരളത്തിലെ പെന്തിക്കോസുകാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ദേവനേശം പാസ്റ്ററെ, ഇവരൊരു കാലത്ത് കസേരയെന്ന് വലിച്ചിട്ടാൽ ഇപ്പം ഞാൻ അങ്ങോട്ട് പിടിക്കുക. മാർത്താണ്ഡം, കളിക്കാവിള, സ്രായംകുടി, ഇറച്ചിപ്പാലം, നാഗർകോവിൽ, അവിടെ എല്ലാം ഞാൻ കൈ കൊടുത്തിരിക്കുക. എല്ലാവരും എന്നെ വിളിക്കുന്ന അയ്യാ ഇങ്ങ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വെറും അയ്യാ എന്ന് പറഞ്ഞു. സന്തോഷം. എവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഷൈജുവും കൈവിടും, ദേവനേശം പാസ്റ്ററും കൈവിടും, സാറും കൈവിടും, ജിമ്മി സാറും എല്ലാം നമ്മളെ എപ്പോൾ ഒതുക്കുമെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ മുമ്പേ ഗമിക്കുന്ന ഗോപുതൻ്റെ പിമ്പേ ഗമിക്കുന്ന ബഹുഗോക്കളല്ല. മലയാളി പറഞ്ഞതുപോലെ ഇപ്പോഴേ ഒരു കുറ്റിയിട്ടാൽ നമുക്കൊരു അടിസ്ഥാനമോ സ്വോത്രം. അതുകൊണ്ട് കേരളമേ നമ്മൾ വിട്ടിരിക്കുന്നത് അരുമയാണ് ഊഴിയം ചെയ്യുന്ന വേലക്കാരുമായി സായം സന്ധ്യയിൽ എங்கே இருக்குது? തമിഴ്നാട്ടിൽ இருக்குது. വാലിബ കുളന്തകൾ അരുമയാണ് ഊഴിയം ചെയ്ത് നല്ല കാര്യമല്ലേ സ്വോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ആരാ? തീർന്നില്ല. അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ ഒരുത്തൻ കയറി. ബരാക് ഒബാമ. അവനൊരു വെള്ളക്കാരനല്ല. ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്ന ഒരപ്പച്ചൻ്റെ മകൻ അമേരിക്കയുടെ പ്രസിഡന്റായി. ബൈബിള് ശരിയായില്ലയോ? കരമുയരുന്നില്ലല്ലോ. അവൻ താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. മിണ്ടുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി നടന്നിട്ടെങ്ങും വലിയ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. എത്രയേ ഞാൻ പറയുന്നുള്ളൂ. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ മോനെ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും വായിച്ചാട്ടെ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അടുത്തത്. ഞാൻ അതിന് ഉന്മൂലനാശം. 1
ബൈബിൾ ഉള്ളവർ ഇത് എടുത്തു വേണം. ഇതിനു വേണ്ടി ഞാനിത് വായിച്ച്. ഒന്നാം ലോക മഹായുദ്ധമ ഒന്നാമത്തെ ഉന്മൂലനാശം 1914-17. അടുത്ത വാര്യമോനെ ഉന്മൂലനാശം. ബ്രേക്കി. രണ്ടാമത്തെ ലോകമഹായുദ്ധം 1939-45. ഇനി അടുത്തത് വായര്. ഉന്മൂലനാശം. വരുന്നു മൂന്നാം ലോകമഹായുദ്ധം. ഈ ഭരണകൂടങ്ങൾ മാറുമ്പോൾ കണ്ണു തുറന്ന് ദൈവജനം കാണണം, ഒരു മൂന്നാം ലോകമഹായുദ്ധം വരാറായി. എന്നാൽ ഇന്ന് പിണർവിള കൺവെൻഷനിൽ നമ്മുടെ ഭവനാങ്കണത്തിലിരിക്കുന്ന ദൈവമക്കളുടെ പ്രത്യാശ എന്താ? അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. ദൈവമക്കളുടെ എന്നാൽ വായിച്ചാട്ടെ, അടുത്തത് വായിച്ചു. അതിന് അവകാശമുള്ളവൻ വരുവോളോ. അതിന് അവകാശമുള്ളവൻ വരുമ്പോളോ. അടുത്ത വാക്ക് അതില്ലാതെ ഇരിക്കും. ആരാ അവകാശമുള്ളവൻ? അപ്പനെങ്കിൽ തൻ്റെ മക്കളെ ചേർക്കുവാൻ കരമുയരുന്നില്ലല്ലോ. ആരാ? ഇന്ന് രാത്രി പറയണം, നമ്മുടെ പൗരത്വമോ ആധാറും ഐഡന്റിറ്റി അല്ല, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഇന്ന് രാത്രി പിണർവിളി. നീ ഒരുങ്ങിക്കൊള്ളുക. കരമുയരുന്നില്ലല്ലോ. ഈ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വെടിയൊച്ച ചെമ്പൂരിൽ കേൾക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ ഗംഭീരനാദത്താൽ ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പ്രവചനം നിവർത്തിയായില്ലേ? അന്നാളിൽ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒന്നേ ഒരു പരിഭ്രമ പാത്രമാക്കും, രണ്ട് അതിനെ ഭാരമുള്ള കല്ലാക്കും, മൂന്ന് ജാതികൾ അതിനെ വിരോധമായി കൂടി വരും, നാല് ഒറ്റ ഭാഗം കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി ബാക്കി മറ്റൊരിക്കൽ അത് കഠിനമായി മുറിവേൽക്കപ്പെടും. സ്വോത്രം. ഇസ്രായേലാര് കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം 2.5 ഡിസ്ട്രിക്ട് വലിപ്പം. ഇപ്പോൾ 90 ലക്ഷം പേര്. ഇന്ത്യയിൽ നിന്നൊരു വിമാനം ഇസ്രായേലിൽ എത്തണേ 6 മണിക്കൂർ വേണം. അമേരിക്കയിൽ നിന്ന് 9 മണിക്കൂർ വരെ ഒരു വിമാനം എത്തേണ്ടി വരും. അപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ 21 റഷ്യ, ചൈന ഇവരെല്ലാം കൂടി ഇസ്രായേലിനെ അടിക്കാൻ പോയാൽ അവരെന്തോ ചെയ്യും? രക്ഷ വല്ലതും ഉണ്ടോ? അന്ന് അവരെന്തോ ചെയ്യും? അവർ നിലവിളിക്കുവാൻ തുടങ്ങും. എവിടെ? അവർ കുത്തിയവങ്കലേക്ക് നോക്കും. കരമുയരുന്നില്ലല്ലോ. കാൽവറിയുടെ കൊലക്കളത്തിൽ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ എന്ന് ശാപം ഏറ്റുവാങ്ങിയ യഹൂദൻ പറയും, അയ്യോ സ്വർഗമേ, ഞങ്ങളെ സഹായിക്കാൻ അമേരിക്കയില്ല, ഞങ്ങളെ സഹായിക്കാൻ ഇന്ത്യക്കാരില്ല, റഷ്യയുടെ അറബ് ലീഗിന്റെ വിമാനം ഞങ്ങളുടെ മേൽ കയറുന്നു, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അന്നേരം അവന്റെ നിലവിളി എവിടെ? ഒരു സ്വർഗത്തിലേക്ക് കേക്ക്. ഇസ്രായേലിന്റെ ദൈവം എന്താ? ഇസ്രായേലിന്റെ ദൈവം മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല, തന്റെ ഭക്തന്മാരുടെ കണ്ണുനീരിന് വേണ്ടി വഴി തുറക്കുന്ന ദൈവം. 2 മിനിറ്റ് ഇരുന്നാലും കേക്ക്. പഴയ നിയമത്തിൽ ഒരു വിമോചകൻ ഉണ്ടായിരുന്നു, മോശ. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? മോശേനെ എവിടെയാക്കി? മോശയെ എവിടെ കൊണ്ടുവന്ന്? ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് മോശയെ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്തു? 3 മാസം പ്രായമായ 5-6 കിലോ തൂക്കമുള്ളൊരു കുഞ്ഞ യവനെ എന്തോ ഇത് പെട്ടകത്തിനകത്ത് അടച്ചു, നൈൽ നദിക്ക് ഒഴുകി വിട്ടു. തൻ്റെ അമ്മ വഴിയിൽ നിന്ന് കരയുക, സ്വന്തം പെങ്ങള മിരിയ, അയ്യോ ഞങ്ങളുടെ കുടുംബത്തിൽ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ, അവൻ താ വെള്ളത്തിനകത്ത് കറങ്ങുക. ഈ പെട്ടകം അതിനകത്തൊന്ന് ഒലയാൻ തുടങ്ങി. ഇടിവിൽ അമ്മയും പെങ്ങളുടെയും നിലവിളി. 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ലാ സൗണ്ട് കേട്ടപ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. എവിടെ തുറന്നു? ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഇറങ്ങി. ആരെയാണെന്നറിയാമോ? സ്വോത്രം. ആരാവന് കൽപ്പന പുറപ്പെടുവിച്ച് അവിടെ നിന്ന് പെങ്കൊച്ചിനോട് പറഞ്ഞു, പടപടാ നീ നെയ്യാർഡാമിൽ പോകാൻ പറഞ്ഞു. സ്വോത്രം. അവള് പടപടാ വണ്ടിയെടുത്തോടി. ആ ഫറവോന്റെ പുത്രി എന്തോ ഇത്? മോശയുടെ പെട്ടകത്തെ ഉയർത്തിയെടുത്തു. കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഈ കരത്തിന്റെ പേര് അത്ഭുതത്തിന്റെ കരം, ഈ കരത്തിന്റെ പേര് അതിശയത്തിന്റെ കരം. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകാന്നറിയാമോ? ഇന്ന് ചെമ്പൂരിൽ DDRC കാണും, വെള്ളറട കാണും, കാട്ടാക്കട കാണും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യന്റെ തലമുടി പരിശോധിക്കുന്ന ലാബുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ സിനിമാ നടന്റെ ഇവിടെ നഖം പരിശോധിക്കുന്നു, തൊക്ക് പരിശോധിക്കുന്നു. ഇന്ന് രാത്രി സാജു ചാത്തന്നൂർ പ്രസംഗം നിർത്താം. കാട്ടാക്കടയോ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ അവിടെ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലബോറട്ടറി ഉണ്ടെന്ന് എവിടെങ്കിലും ഉണ്ടോ? അന്ന് രാത്രി ഞാൻ പ്രസംഗം അവസാനിക്കാം. എന്നാൽ ഇന്ന് രാത്രി കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലബോറട്ടറി ഉണ്ട്. ആഴ്ചയിൽ 7 ദിവസം വർക്ക് ചെയ്യുന്നു, 365 ദിവസം അത് ഓപ്പണ്, 24 മണിക്കൂറും അടയാത്ത ഒരു ലബോറട്ടറി ഇന്ന് രാത്രി ചെമ്പൂരിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതിന്റെ പേരാ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരും. സ്വോത്രം. യഹൂദൻ നിലവിളിക്കുവാൻ തുടങ്ങുമ്പോൾ എന്താ വചനം?
സഖാവ് പിണറായി വിജയൻ്റെ മകളെ ഈ നെയ്യാർഡാമിൽ കുളിക്കാൻ വരുമോ? മൻമോഹൻ സിംഗിൻ്റെ മകളെ നെയ്യാർഡാമിൽ കുളിക്കാൻ വരുമോ? ഇല്ല മക്കളെ. പക്ഷേ വാഗ്ദത്തമുള്ള ഒരു പൈതൽ നൈൽ നദിക്കകത്ത് കരയാൻ തുടങ്ങിയപ്പോൾ കൊട്ടാരത്തിനകത്ത് ഫറവോന്റെ പുത്രിയെ ഹല്ലേലൂയ നദിക്കടവിനകത്ത് അകച്ച മഹാദൈവത്തെ ഇന്ന് രാത്രി നീ ഉയർത്തുന്നത്. ആരും കരം ഉയർത്തുന്നില്ല. ഇന്ന് രാത്രി പറയണ ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കരങ്ങളിലേക്ക് എന്ന പോലെ, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കരങ്ങളിലേക്ക് എന്ന പോലെ ഞാനൊന്ന് നിലവിളിച്ച എൻ്റെ നീറിയ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ വിഷയത്തിനകത്ത് മോശയുടെ പെട്ടകത്തെ ഉയർത്തിയതുപോലെ ദൈവത്തിൻ്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി കരം തളർന്ന കരമല്ല പൊതിഞ്ഞ് ആഗാറിൻ്റെ പൈതലിന് വേണ്ടി മരുഭൂമിയിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോഗിൻ്റെ തീജ്വാലയിൽ ആ കരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി ദാനിയേലിൻ്റെ സിംഹക്കുഴിയിൽ ആ കരം ചലിച്ചെങ്കിൽ, 1000 ആണ്ട് ശാപത്തിൽ കടന്ന ഹല്ലേലൂയ ഹല്ലേലൂയ മോവാബിയ പെൺകുട്ടിയായ റൂത്തിന്റെ കണ്ണുനീരിനകത്ത് ആ കരം ഇറങ്ങി വന്നെങ്കിൽ, അമ്മാമ ആ കരം തളർന്ന കരമല്ല, അച്ചായ ആ കരം തളർന്ന കരമല്ല. അന്ത്യം വരെ നീ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ ഉയർത്തുവാ. മോശയുടെ ഞാങ്ങണപ്പെട്ടകത്തെ ഉയർത്തിയ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയ നാളുകളായി കുടുംബങ്ങൾക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി ഞങ്ങൾ വെട്ടി മാറ്റുന്നു. ഒരു കരക്കടുക്കത്തില്ലെന്ന് പിശാച് പല ദിനങ്ങൾ കുടുംബങ്ങളോട് വാദിവെക്കുന്ന മണ്ഡലങ്ങൾ we are striking in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു. നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം നിന്റെ തലമുറകൾ പട്ടുപോകുവാൻ ഏത് ഫറവോൻ അന്ധകാരം അഴിച്ചു വിട്ടാലും ഇന്ന് രാത്രി പറയണ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ മോശയുടെ കുഞ്ഞിനെ ഉയർത്തി ഒരു കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ദൂത് മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കാലാവസ്ഥ വന്നത്. കണ്ടോ, ഒരു മഴയില്ല, കാറ്റില്ല, സത്യവചനം ഇവിടെ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പറയണ യഹൂദൻ്റെ നിലവിളിക്ക് മുമ്പിൽ സ്വർഗം ഇറങ്ങി വരിക. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. ഇനി യുദ്ധം എവിടെ നടക്കും? ആര് യുദ്ധത്തെ നയിക്കും? അറബ് രാജ്യങ്ങൾ മുഴുവൻ വരുമ്പോൾ വായിക്കാം യോവേലിൻ്റെ പ്രവചനം 3:9-11 3 വാക്യങ്ങൾ അവസാനിപ്പിക്കും വേഗത്തിൽ. യോവേലിൻ്റെ പ്രവചനം 3-ാം അധ്യായം 9-11 വാക്യങ്ങൾ. യുദ്ധം എവിടെ നടക്കുന്നത്? യോവേലിൻ്റെ പ്രവചനം 3:9-11 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചിട്ട് മതി. യോവേൽ 3:9-11 വാക്യങ്ങൾ വായിക്കാം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ. അറബ് ലീഗ് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവാൻ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. വിശുദ്ധ യുദ്ധം. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ലോകത്തിൽ ഒരു ജനതയുള്ളൂ. ക്രിസ്ത്യാനിയല്ല, ബുദ്ധനല്ല, ജൈനനല്ല, ഹൈന്ദവനല്ല. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ലോകത്തിൽ ഒരു ജനതയുണ്ട്. അവരുടെ പേരാ ഇസ്ലാം സഹോദരങ്ങൾ. അതിനവർ പറയുന്ന വാക്കാ ജിഹാദ്. കേട്ട വല്ലവരും ഉണ്ടോ? സ്വോത്രം. ഇതാണ് സംഭവം. വിശുദ്ധ യുദ്ധം ക്ലിയർ. അറബ് രാജ്യങ്ങൾ മുഴുവൻ റഷ്യയുടെ നേതൃത്വത്തിൽ വരും. തീർന്ന് എവിടെ വെച്ച് അടി നടക്കും? ഇത്രയും പറയുമ്പോൾ പിന്നെ ക്ലൈമാക്സ് പറയണ്ടേ. അടി എവിടെ നടക്കും? 11-ാം വാക്യം. ജാതികളെ ഉണർന്ന് വായിച്ചോട്ടെ മോനെ. എല്ലാം പ്രവചനമാണ്. സ്വോത്രം. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ, ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. യഹോവേ, യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണം. അവിടെ നിന്റെ വീരന്മാരെ അവിടെ ഇറങ്ങുമാറാക്കണം. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. അടുത്ത വാക്ക്. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക്. മക്കളെ, ഇത്രയും പ്രസംഗം കേട്ടവർ ഇതുകൂടെ കേൾക്കണം. അടി മൊത്തം ക്ലൈമാക്സിൽ കൊണ്ടുവച്ചിട്ട് സീരിയൽ പോലെ നിർത്താൻ പറ്റത്തില്ല. യഹോശാഫാത്ത് താഴ്വരയിൽ ഈ യുദ്ധം നടക്കും. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഒലിവ് മലയോട് ചേർന്ന് കിടക്കുന്ന താഴ്വര യഹോശാഫാത്ത് താഴ്വര. അവിടെ അന്തിമ യുദ്ധം നടക്കുന്നത്. റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വരാൻ പോകുന്നു. അതിൻ്റെ സ്റ്റാർട്ടിങ് റഷ്യ, ഉക്രൈൻ. ഇന്നലെ മുതൽ ഞാൻ പ്രസംഗിക്കുന്നു. യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. സംഭവിക്കാനുള്ളത് തന്നെ. അന്നത്തെ ഏറ്റവും നിർണായകമായൊരു സംഭവം വായിക്കാം. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ സ്വർഗം യുദ്ധം ഏറ്റെടുക്കും. എസക്കേൽ പ്രവചനം 38-ാം അധ്യായം 19-20 വാക്യങ്ങൾ. എസക്കേൽ 38, 19, 20 വാക്യങ്ങൾ. അവസാന മിനിറ്റുകളിലേക്ക് വായിച്ചിട്ട് മോനെ. എസക്കേൽ 38, 19, 20 വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ നിശ്ചയമായും ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവും എന്ന് ഞാൻ എന്റെ തീക്ഷ്ണതയിലും വായിച്ചോട്ടെ മോനെ. എന്റെ തീക്ഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. ഇനിയുള്ള വാക്യ ശ്രദ്ധയോടെ ഇരിക്കണം. യുദ്ധ ദിവസം യുദ്ധമല്ല നടക്കുന്നത്. സ്വർഗം ഭൂകമ്പത്തെ കൊണ്ടുവരും. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടും. ആ യുദ്ധത്തിൽ ഇന്നത്തെ പട്ടാളത്തിന് എന്ത് സംഭവിക്കും? അതാണ് എൻ്റെ പ്രസംഗം. ഈ പോയിരിക്കുന്ന ചൈനയുടെ സിൽക്ക് പാത വഴി പോയവർക്ക് എന്ത് സംഭവിക്കും? ഒന്നാമത്തെ യുദ്ധത്തിൻ്റെ അടയാളം വായിക്കാം. ആദ്യത്തത്
അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും അവിടുന്ന് ബ്രേക്ക് ചെയ്തേരെ. സമുദ്രത്തിലെ മത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അയലയല്ല, നെയ്മീനല്ല, അതിൻ്റെ പേര് കപ്പൽപ്പട. ഷിപ്പുകൾ മുഴുവൻ തകരും. സമുദ്രത്തിലെ മത്സ്യം പ്രവചനം. അന്ന് ഈ സുനാമി നടക്കുന്നത് കരയെ മാത്രമല്ല കടലിലും നടക്കും. ഈ ഭൂകമ്പം, ആ കടലിൽ ഭൂകമ്പത്തിന്റെ പേരാ സുനാമി. കരമുയരുന്നില്ലല്ലോ. പലരും പറയും സുനാമി ഏതാണ്ട് തിര കയറിയതാ. സഹോദരന്മാരെ തെറ്റാ. ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ കടലിനടിയിലുണ്ടായ ഭൂകമ്പത്തിന്റെ പേരാ സുനാമി. 3 ലക്ഷം പേരെ ഒറ്റയടിക്ക് കൊണ്ടുപോയി. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സമുദ്രമിളകും. ബൈബിളിലുണ്ടോ? കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ മിണ്ടുന്നില്ലല്ലോ. ഇപ്പോഴാ നാവ് റെഡിയായത്. ഐസ്ക്രീം തിന്ന സന്തോഷമൊക്കെ പോയി. സ്വോത്രം നിന്നാൽ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഈ കടലിളകിയാൽ കപ്പലിന് ഛേദം വരും. രണ്ടാമത്തത് ശംഖുമുഖ എയർപോർട്ടിനെ പറ്റി, ചാക്കയെ പറ്റി. ആകാശത്തിലെ പറവ യുദ്ധവിമാനം. ഈ ഭൂമിക്ക് ഭൂകമ്പം ഉണ്ടായാൽ ചാക്കയിലെ റഡാറും തകരും, റൺവേയും തകരും. പിന്നെ എങ്ങനെ ദേവനേശ ഭാഷ പ്ലെയിൻ ഇറങ്ങാൻ പറ്റും? ക്ലിയർ ആയില്ലയോ? ഒന്നുകിൽ പ്ലെയിൻ താഴെ വീണാൽ നിന്ന് കത്തും. ആകാശത്തിൽ ഫ്യുവൽ കിട്ടാതെ കത്തി താഴെ വീടും. ആകാശത്തിലെ പറവ. അടുത്ത പ്രവചന ഭാഷ. അടുത്ത മോനെ. അടുത്തത് കാട്ടിലെ മൃഗം. ആ തീവ്രവാദികൾ. മിണ്ടുന്നില്ലല്ലോ. തീവ്രവാദികൾ ആരൊക്കെയാ? തീവ്രവാദികൾ ജെയ്ഷെ, അത് കഴിഞ്ഞിട്ട് അലക്സ, അത് കഴിഞ്ഞിട്ട് താലിബാൻ, അത് കഴിഞ്ഞിട്ട് IS. ഇവരെല്ലാം വരുമെന്ന്. സന്തോഷം ഇല്ലല്ലോ. തീവ്രവാദികളെ കൊണ്ട് പേടിയുണ്ടോന്നുണ്ടെങ്കിൽ നമ്മുടെ സഖാവ് പിണറായി വിജയനോട് ചോദിച്ചാൽ മതി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. BJPയുടെ പേടിയല്ല, CPMന്റെ പേടിയല്ല. സഖാവിന് പേടി ആരെയാണെന്നറിയാമോ? മാവോയിസ്റ്റുകൾ. മോഹൻലാലും കാർത്തികയല്ല, രൂപേഷ് സുമതിയുടെ ചേട്ടന്മാർ. സ്വോത്രം. അതുകൊണ്ടായി 18 വണ്ടി പോലീസുമായിട്ട് പോകുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അറിയത്തില്ല. കേരള പോലീസിന്റെ ഇന്റലിജൻസ് കേന്ദ്രത്തിന്റെ Z കാറ്റഗറിയ സഖാവ് പിണറായി വിജയന് തീവ്രവാദികളുടെ ഭീഷണി. അതുകൊണ്ടാണ്. വേറെ പത്രക്കാർ വിമർശിച്ചിട്ട് കാര്യമില്ല. ജീവനെ എനിക്കും പേടിയില്ല. മുഖ്യമന്ത്രിയെ വിമർശിക്കുമല്ല, എല്ലാവർക്കും പേടി. അതാ തീവ്രവാദികൾ. പറയാം. അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, എറണാകുളത്ത് കൊന്നു. അത് കുറേ പേരങ്ങ് ഒളിവിപ്പോയി. അപ്പം നമ്മുടെ കേരള പോലീസിൻ്റെ രാഷ്ട്രീയക്കാരോട് അട്ടിമറിച്ച്. അവർ അട്ടിമറിക്കാൻ നല്ല ആൾക്കാരാണല്ലോ. സ്വോത്രം. അപ്പം ഈ 1ഉം 2ഉം പ്രതികൾ കീഴടങ്ങിയില്ല. കൊച്ചിയിലെ കാര്യം ഞാൻ അവിടെ പ്രസംഗിക്കുന്നത്. അപ്പം അവിടുത്തെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാൻ പുള്ളിക്കാരനോട് സ്നേഹത്തിൽ ചോദിച്ചു, സാറേ, ഈ ലോകത്ത് ആഫ്രിക്കയിൽ പോയ കുറ്റവാളികൾ വരെ നിങ്ങൾ പിടിച്ചോണ്ട് വന്ന് ഈ അഭിമന്യുവിൻ്റെ ആൾക്കാർ, അയ്യോ ഭരണക്കാർ പറയുന്ന കേട്ടല്ല പറ്റുമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ബാക്കി ഇവിടുത്തെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഇതുപോലെ പല ഒതുക്കുകളും ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ആരും കൂടി പോലീസിനോട് ചോദിച്ചാൽ മതി. സ്വോത്രം. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ അഭിമന്യുവിനെ കൊന്നവരെ കൊണ്ടുവന്നില്ല. അന്ന് കോവിഡ് വന്ന് കേട്ടോ ദേവനേശൻ പാസ്റ്റർ, യവന്മാർക്ക് വീട്ടിൽ ഇരിക്കാൻ വയ്യ. യവന്മാർ രണ്ടുകൂടെ എറണാകുളത്ത് കോടതി വന്നിട്ട് ലാൽസലം അന്നേരം പിടികൊടുത്ത്. കോവിഡിനകത്ത് പോയില്ലേ, അവൻ ചത്തുവും. സ്വോത്രം. ഒരു പോലീസും അറസ്റ്റ് ചെയ്തില്ല. കോവിഡ് വന്നപ്പോൾ അവന്മാർ കോടതി കീഴടങ്ങി. ഈ പ്രപഞ്ചത്തിൻ്റെ ദുരിതമുണ്ടാകുമ്പോൾ ഈ വനാന്തരത്തിനകത്ത് കിടക്കുന്ന സകല തീവ്രവാദികളും പുറത്തു വരും. കാട്ടുമൃഗങ്ങൾ. പിന്നെ അടുത്തത് BSF, CISF. അവരെയും കൂടെ വായിരും മോനെ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നിലത്തിഴയുന്ന ഇടജാതിയൊക്കെ. നിലത്ത് നിഴയുന്ന ഇടജാതിയ കരപ്പട്ടാള്. റിപ്പബ്ലിക് പരേഡ് നടക്കത്തില്ലേ? CSF, BSF, ITBF, നേപ്പാൾ സേന, ജപ്പാൻ സേന, പഞ്ചാബി സേന. കര ഉയരുന്നില്ലല്ലോ. ഇവരെല്ലാം ഈ ഭൂകമ്പത്തിനകത്ത് വീണു പോകുമെന്ന്. ഇതിൻ്റെ പേരാ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം. കരമുയരുന്നില്ലല്ലോ. അടുത്ത വാക്കുകൂടെ പറഞ്ഞാട്ടെ. കാടിലാ കാറിനകത്ത് കയറി ഐസ്ക്രീം നിന്ന് ചെമ്പൂര് ചന്തയിൽ നിന്ന് മീനും മേടിച്ച് പുളിങ്കുടി ഇരുന്ന് വാട്സപ്പും അടിച്ച് നെയ്യാർഡായി പോയി കീക്കി അടിക്കാൻ ആരും വിചാരിക്കണ്ട. അച്ചായമ്മാമ പോയേ പറ്റത്തുള്ളൂ. സ്വോത്രം. കണ്ടില്ലേ? അടുത്ത വാക്കുകൂടെ വായിച്ചാട്ട് മക്കളെ. ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? സാമ്പിള മക്കളെ. റഷ്യ, ഉക്രൈൻ പോരെ. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. കണ്ടോ? ദ ഡേ ഓഫ് ലോർഡ്, കുഞ്ഞാടിൻ്റെ കോപ ദിവസം. ഇനി ഒരു കാര്യം, ഈ അടി പങ്കെടുക്കാൻ ഇന്ത്യക്കാർ വല്ലതും പോകുമെന്ന് മനസ്സിലാക്കണം. ബൈബിൾ പ്രകാരം പ്രസംഗിക്കത്തുള്ളൂ. നാട്ടിൽ ചെമ്പൂര സഹോദരങ്ങൾ കേൾക്കണം. നമ്മുടെ വിഷയം ഒരു കുഞ്ഞുങ്ങൾക്കും എതിരല്ല. ഇനി അടി പങ്കെടുക്കാൻ ഇന്ത്യക്കാർ പോകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ കുറ്റം പറയരുത്. ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. 2 വാക്യം കൊണ്ട് ഇപ്പം നിർത്തും. എസെക്കിയേൽ 39:8-9 വാക്യങ്ങൾ. എസെക്കിയേൽ 39:8-9 വാക്യങ്ങൾ. ഇതുവരെ ഭയങ്കര അനർത്ഥ ദിവസം വരുന്നു. കുഞ്ഞാടിൻ്റെ കോപ ദിവസം വരുന്നു. വായിക്കാൻ മക്കളെ. അടുത്ത വാക്യം വായിച്ചട്ടെ. ഇതാ അത് വരുന്നു.
അത് സംഭവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അതിന്റെ സ്റ്റാർട്ടിങ്ങാ മക്കളെ റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറയുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങാ. ഈ കോവിഡിന്റെ ബാക്കിൽ തുടങ്ങിയത് വെറുതെ അല്ല. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. കുഞ്ഞാടിന്റെ കോപ ദിവസം ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. അന്ത്യദിനങ്ങൾ. ലോകം വിറയ്ക്കാൻ പോകുന്നു. അടുത്ത ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട്. ഈ യുദ്ധം കഴിയുമ്പോൾ വേസ്റ്റ് എല്ലാം എടുക്കണമല്ലോ. അപ്പൊ ഇസ്രായേലിന്റെ മണ്ണിൽ പുറപ്പെടുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല് അതൊക്കെ ഇറാന്റെ ഒക്കെയാ. പരിചയം, പലകയും, തലക്കൂരി. അടുത്തത് അമ്പ്. അടുത്തത് കുറുവടി. ഈ കുറുവടി ആരുടെയാ? കരം ഉയരുന്നില്ലല്ലോ. ഈ കുറുവടി ആരുടെയാ? ചെമ്പൂരും വെള്ളറുടെ നമ്മുടെ സഹോദരന്മാരില്ലേ? സകല RSSന്റെ വോളണ്ടിയേഴ്സും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന്. സന്തോഷമില്ലല്ലോ. കുറുവടി അമേരിക്കയിൽ ഇംഗ്ലീഷുകാരനാണോ സാറേ കുറുവടിയായിട്ട് നടക്കുന്നത്? അറബിയായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ BJP-ക്കാർ റൂട്ട് മാർച്ച് അത് നടക്കുന്നതിനകത്ത് ആസ്പദമായി ഇവിടെ ഒരു സേന വന്നു. അഗ്നിവീർ കരമുയരുന്നില്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റ് 5 വർഷത്തേക്ക് മിലിറ്ററിയെ ട്രെയിൻ ചെയ്യുക. അഗ്നിവീർ കൊണ്ടുവന്നെങ്കിൽ പട്ടാളത്തിൽ ചേരണ്ട. ചൈനയും ഇസ്രയേലും റഷ്യയും ഇറാനും ചെയ്യുന്നത് പോലെ നരേന്ദ്രമോദി സാറും ശ്രീ അമിത്ഷായും ഇന്ന് സേനയിൽ ചേരാതെ അഗ്നിവീറും കരസേനയുടെ വ്യോമസേനയുടെ റാലി 5 വർഷം ഇവിടെ നടത്തുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് 10 ലക്ഷം പടയാളികളെ ഇവിടെ വാർത്തെടുക്കാൻ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി അകക്കണ്ണ് തുറക്കുന്നവൻ മനസ്സിലാക്കണം, എവിടെ ഒരു യുദ്ധത്തിന്റെ ശങ്കുലി മുഴങ്ങാറായി. എന്നാൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. ചെമ്പൂരേ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറ്. നെഞ്ചുകേറി ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തോടായി മാറ്റുക. എന്റെ യേശു വരാറായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാജ്യം രാജ്യത്തോട്, ജാതി ജാതിയോട് ഏറ്റുമുട്ടുന്ന ഒരു കാലം വരുമ്പോൾ ഒരു അന്തിമ ദിനത്തിലേക്ക് ഇസ്രായേലിന്റെ യുദ്ധം ആരംഭിക്കുവാൻ പോകുന്നു. എന്നാൽ ഇസ്രായേലിന്റെ മണ്ണിനകത്ത് അറബ് രാജ്യങ്ങളിലെ റഷ്യയുടെയും വിമാനങ്ങൾ, ഇന്ത്യയുടേതടക്കം സൈനികരും പോയി ഒരു അന്തിമ യുദ്ധത്തിന്റെ കാഹള പ്രകമ്പനം കൊള്ളുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം മുഴങ്ങാറായി. പിണർവിളെ കർത്താവ് തൻ ഗംഭീര നാദ്, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹള. ക്രിസ്തുവിൽ മരിച്ചവർ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവർ മരണം കാണാതെ എടുക്കപ്പെടാറായി. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ യേശുനാഥൻ വരാറായി. പ്രവചനങ്ങൾ നിവർത്തിയായി. ചെമ്പൂരേ, ഇന്ന് രാത്രി പിണർവിളേ, ഇന്ന് രാത്രി വട്ടപ്പറമ്പേ, നമ്മുടെ യേശു വരാറായി. നമ്മുടെ നാഥൻ വരാറായി. നമ്മുടെ നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ ഒഴുങ്ങിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. എന്റെ യേശു വരൂ. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരാറായി. ഇസ്രായേൽ ജനം മടങ്ങി വരാറായി. കുരുകിൽ തന്റെ കൂട്, മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക്. എന്നാൽ എന്റെ ജനമോ അതറിയുന്നില്ല. ഇന്ന് രാത്രി യെരൂശലേമേ, നിന്നെ എന്നോട് ചേർക്കുവാ എനിക്ക് മനസ്സുണ്ടായിരുന്നു, എന്നാൽ നിനക്കോ. അന്തിമ ദിനത്തിന്റെ സത്യ സന്ദേശം കേട്ട് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് എൻ്റെ നാഥന്റെ കാഹളം മുഴങ്ങാറായി. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ട്. അവസാനം ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പാട്ടുപാടി ആരാധിക്കും, അവസാനിപ്പിക്കും. യുദ്ധത്തിൽ മരിച്ചാൽ മനുഷ്യന്റെ ശവമടക്കം. അതെങ്കിലും കേട്ട് മാനസാന്തരപ്പെടും മക്കളെ. 7 മാസമായി ഇന്ന് റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. വഴിനീള ശവങ്ങൾ ചിതറിക്കിടക്കുക. ഇൻ്റർനെറ്റിനകത്ത് അജിയും കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ എൻ്റെ ഇതിനകത്ത് മൊത്തവും പിള്ളേർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വഴിനീള കിടക്കുന്ന ജഡങ്ങൾ, കൂമ്പാരങ്ങൾ. ബൈബിളിനകത്തുണ്ടോ? അവസാനിപ്പിക്കാൻ പോവുക. എസെക്കിയേൽ പ്രവചനം 39, 14, 15. ഈ യുദ്ധത്തിൽ വന്നാൽ മനുഷ്യൻ്റെ ഡെഡ് ബോഡി കോവിഡിന് കത്തിച്ച് കളഞ്ഞു. കുറേ ദിനം കൊടുത്ത് 12 അടി താഴ്ത്തി കളഞ്ഞു. പക്ഷെ അതുപോലും കിട്ടത്തില്ല. മനുഷ്യൻ്റെ ഡെഡ് ബോഡി വഴിയരികെ കടങ്ങിനകത്ത് കൊണ്ടിടുന്ന ഒരു കാലം. വായിക്കാം മക്കളെ. എസെക്കിയേൽ 39, 14, 15. ലാസ്റ്റ് വേർഡ്സ്, the 3 days, the last moments, the final word. Prophecy Ezekiel chapter 39, 14 and 15. Read now. വായിച്ചാട്ടെ മോനെ. വായിച്ചാട്ടെ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ. റഷ്യ ഉക്രൈന്റെ ഇന്ന് രാത്രി ഏഷ്യാനെറ്റ് എടുത്തു. റഷ്യ ഉക്രൈനെ അടക്കാൻ, ശേഷിച്ച ശവങ്ങളെ അടക്കാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവൃത്തിക്കാരെ നിയമിക്കും. കോവിഡ് കാലത്ത് കണ്ടില്ലേ, ആരെ ശവം അടക്കി? മെഡിക്കൽ കോളേജിൽ നിന്ന് ഡെയിലി വേജസിന് ചന്ദ്രനിൽ ചൊവ്വായും പോകുന്ന പോലെ കോട്ടിട്ട് ശവം അടക്കാൻ വന്നു. ഇതെല്ലാം അന്ത്യദിനം മക്കളെ. തീരാറ. ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. അടുത്ത വാക്കൂടെ വായിച്ചാട്ടെ. 7 മാസം കഴിഞ്ഞ ശേഷം. കറക്റ്റാ. ഫെബ്രുവരി 24 യുദ്ധം തുടങ്ങി. ഇന്ന് രാത്രി
നിങ്ങൾക്കെല്ലാം ടച്ച് മൊബൈലുണ്ട്. ഏഷ്യാനെറ്റ് ടൈപ്പ് ചെയ്തിട്ട് ലോകജാലകം അടിക്കണം. വഴിനീള കിടപ്പുണ്ടല്ലേ. ഫേസ്ബുക്കിൽ കയറിയിട്ട് എൻ്റെ ലൈവ് നോക്കിയാൽ അതിനകത്ത് കിടപ്പുണ്ട്. ചാക്ക് കണക്കിന് ജഡമാണ് ഇങ്ങനെ വലിച്ചിടുന്ന ഉക്രൈന്. 7 മാസം കഴിഞ്ഞിട്ട് അടുത്തത് അവർ പരിശോധന കഴിക്കും. വഴി ആംബുലൻസ് വരും, റെഡ് ക്രോസ് വരും. അപ്പോൾ ആര് കാണും? വഴിയരികെ വായിച്ചാട്ടെ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ 7 മാസം പൊട്ടിയ ശരീരം കിടക്കുന്ന മനുഷ്യാസ്ഥിയാ, ഡെഡ് ബോഡി അല്ല, പുഴുവരിച്ചൊരു മനുഷ്യാസ്ഥി. മാസ്ക് വെച്ചിട്ട് അതിന്റെ അരികെ വായിച്ചാട്ട് മോനെ, അതിനരികെ ഒരു അടയാളം വയ്ക്കും. വീട്ടുകാർ തൊടത്തില്ല, നാട്ടുകാർ തൊടത്തില്ല, പള്ളിക്കാർ തൊടത്തില്ല. അവസാനം ആ ബോഡി എവിടെ കൊണ്ടുപോകും? അളിഞ്ഞ ബോഡി. വായിക്കാം, മാനസാന്തരപ്പെട്ടു. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് ഇസ്രായേൽ മതി. പക്ഷെ ഇവിടുത്തെ മലയാളം നെയ്യാർ ഡാമിൽ പന്താ തേക്കൽ 2 ഭാഗമുണ്ട് വെള്ളം അടിക്കുന്നത്. ആർക്ക് റേഡിയേഷൻ ഏക്കത്തില്ല, അവിടെ കൊണ്ട് ബോഡി കുത്തിത്താക്കും. BBC ഒരിക്കൽ കണ്ട് ഞാൻ കരഞ്ഞുപോയി. ആരെ? തമിഴ്നാട്ടിലെ ശ്രീലങ്കയിലെ പുലിമക്കളുടെ നേതാവുണ്ടായിരുന്നു വേലിപ്പിള്ള. അദ്ദേഹത്തിൻ്റെ മകനെയും കൂടെ കൊന്നത് ബട്ടിക്കോല വയല ക്ലസ്റ്റർ ബോംബ് എറിഞ്ഞാ കൊന്ന്. എന്നിട്ട് ഒരു ടാർപ്പ് എടുത്ത് അതിൻ്റെ മേളിൽ ഇട്ട്. മലയാള ചാനൽ കാണിച്ചില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ BBC കാണിച്ചു. എല്ലും കോല അവിടെ കിടപ്പുണ്ട്. ഒരു പൊക്ലൈനർ ഫോർക്ക് ലിഫ്റ്റ് അത് വന്ന് കുത്തി. ജാഫനയിലെ കടലിടുക്കിലെ തെരുവിൽ ആ വെള്ളത്തിനകത്ത് കൊണ്ട് കുത്തിത്താത്തു. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആയിരക്കണക്കിന് ആറ്റമായുധം പൊട്ടിയാൽ ചെമ്പൂര സംഭവിക്കും. ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശ്വാസപ്പയിടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, കുന്തിരിക്കമിടത്തില്ല, പരിപ്പോടെ കിട്ടത്തില്ല. വെറൈറ്റി കാട്ടാക്കട നാറായിപ്പയും കിട്ടിയാൽ ഏതെങ്കിലും റെഡ് ക്രോസിൻ്റെ ആംബുലൻസ് വന്ന് പൊക്കിയെടുത്ത് നെയ്യാർ ഡാമിൽ കൊണ്ടുപോയി പച്ച മനുഷ്യൻ്റെ അസ്ഥിക്കഷങ്ങൾ കുഴിച്ചിടുന്ന ഒരു കാലം വരാൻ പോകുന്നു. റഷ്യ ഉക്രൈനിൽ അത് കണ്ടെങ്കിൽ താമസമിന ഇവിടെയും അത് വരാൻ പോകുന്നു. ആരിന്ന് രാത്രി പറയും, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാത്ത ആരുണ്ട്? ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തണ്ട. ആരെങ്കിലും കാണുമെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. ഇന്ന് രാത്രി അത് പറഞ്ഞാൽ നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുണ്ട്, 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. ഇന്ന് രാത്രി, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? രക്ഷിക്കപ്പെടാത്ത ആരുണ്ട്? ഇന്ന് രാത്രി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. മാനസാന്തരപ്പെടാത്ത ആരുണ്ട്? ഇന്ന് രാത്രി പകാപിണക്കം, കോപം, തൊന്തപക്ഷം, ജാരശങ്ക, മദ്യം, മയക്കുമരുന്നിനോട് ഗുഡ് ബൈ പറ. 3 ചെയ്ത തെറ്റിനെ ഓർത്ത് അനുദപിക്കാത്ത ആരുണ്ട്? അനുദപിച്ചെന്ന് രാത്രി പിതാവിൻ്റെ സന്നിധിയിലേക്ക് വാ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്തത് തെറ്റായി. 4 അവൻ സ്നാനമേക്ക്, ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ക്രിസ്തുവിനോട് ചേരുവാനുള്ള നല്ല മനസാക്ഷിക്ക്. 5 സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. 6 തിരുമേശയിൽ പങ്കാളിയാകുക. 7 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ആ കുഞ്ഞിനെ നോക്കി സ്വർഗം ഇന്ന് രാത്രി കവാടം തുറന്നു പറയും, എൻ്റെ പ്രാവേ, എൻ്റെ കാന്തേ. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു, തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഈ സത്യവചനം കേട്ട് വല്ലപ്പോഴും ഒഴുക്കിക്കളയാനല്ല, ഈ സത്യവചനം കേട്ട് ഇന്ന് രാത്രി പറ, ഞാൻ ഏത് കൂട്ടത്തിലാണ്? കൈവിടപ്പെട്ടു പോകരുത് മക്കളെ. വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് ഒഴിഞ്ഞ് ബുദ്ധി ഉപദേശം കേട്ട് വചനപ്രകാരം ദൈവകൽപ്പന ഏറ്റെടുത്ത് ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാൻ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ. അവസാന മൊമെൻറ്റിലേക്ക് ഞാൻ വരികയാണ്. യോസഫ് ഇസ്രയേലിൽ ഉപപ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അപ്പനാകുന്ന യാക്കോബിന് വീട്ടിലേക്ക് രഥങ്ങളെ അയച്ചു. ഇസ്രയേലിൻ്റെ ചെമ്മണ്ണ് നിറഞ്ഞ പാതയിൽ മോൻ്റെ നേതൃത്വത്തിൽ രഥങ്ങൾ വന്നു. അതുപോലെ ഇന്ന് രാത്രി പറയണം, ഇവിടുന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. 1000 രഥങ്ങളുമായി, കോടി ദൂതന്മാരുമായി എൻ്റെ നാഥൻ വരാറായി ഒരു നിഴൽ. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. 2ാം ലോക മഹായുദ്ധം, 5.5 കോടി പേർ മരിച്ചു. എല്ലാ വീട്ടിലെ ശവപ്പെട്ടി വന്നു. ഒരു കുഞ്ഞ്, സ്തോത്രം, ഒരു പത്രത്തിൽ പരസ്യം വന്നു, ഒരു നല്ല പടമുണ്ടെങ്കിൽ 10,000 പൗണ്ട് തരാം ബ്രിട്ടനിൽ. പലരും പടം അയച്ചു. ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കുക. എന്താ ചെയ്ത്? അതിനകത്ത് പള്ളിയിൽ പോകുന്നത്, സ്കൂളിലെ പടം, ചെടിയുടെ പടം, ഇതൊന്നുമല്ല. ഒരു ചെറുപ്പക്കാരൻ ഒരു പടം അയച്ചു. ഒരു കുഞ്ഞ്, ഒരു വലിയ സമുദ്രം, സമുദ്രത്തിൻ്റെ നടുവിൽ ഒരു പാറ, പാറയുടെ മേൽ കാക്ക. അവൻ എഴുതിയത് എന്താണെന്നറിയാമോ? ഇത് അറ്റ്ലാന്റിക് സമുദ്രം,
പാറക്രിസ്തു കാക്ക വിശ്വാസി. ലോകമാകുന്ന ഗംഭീര വാരിധിയിൽ ഒരു പാറമേലൊരു കുഞ്ഞ് കാക്കയിരിക്കുന്നു. രണ്ടാമത് ഈ സമുദ്രം ഇളകി മറിയുക, കാക്കയ്ക്ക് യാതൊരു ചലനവുമില്ല. അപ്പോൾ ഒരു ഡോട്ട് കൊടുത്തിരിക്കുന്നു, ഒരു കൊച്ചുമീൻ ഈ തിരക്കകത്ത് കാക്കയുടെ വായിലോട്ട്. ഈ ചെറുപ്പക്കാരൻ എഴുതിയിരിക്കുക, ഈ ലോകമാകുന്ന ഗംഭീര വാരിധിയിൽ എന്തൊക്കെ ഇളക്കങ്ങൾ സംഭവിച്ചാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയുടെ വിശ്വാസിക്ക് ഒരു കൊച്ചു മീനിനെ തരുവാൻ അവൻ ആരാധിക്കുന്ന ദൈവശക്തി. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലച്ചടിക്ക് പ്രകാശം കൊടുക്കുന്ന നല്ല ദൈവം. അവന് സമ്മാനം കിട്ടി. കോവിഡ് വരട്ടെ, മങ്കി പോക്സ് വരട്ടെ, ഏതൊക്കെ പകർച്ചവ്യാധി വരട്ടെ, ഇതേത് വന്നാലും നമുക്കൊരു പ്രത്യാശയുണ്ട്. ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന വിശ്വാസിക്ക് ഒരു മീനിനെ തരുവാൻ എൻ്റെ ദൈവശക്തൻ. ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട് മരണം നിശ്ചയം. രണ്ട് കാര്യം ഇന്ന് രാത്രി എനിക്കും അറിയത്തില്ല. ഒന്ന്, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത. രണ്ട്, മനുഷ്യൻ്റെ മരണം. ഇതാർക്കും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇത് രണ്ടും ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സമയത്തിലും അസമയത്തിലും നീ ഒരുങ്ങിയിരിക്കുക. 10 കന്യകമാരെ ഓർക്കുക. 5 പേർ മണവാളന് വേണ്ടി എണ്ണയുമായി കാത്തിരുന്നു. 5 പേർ എണ്ണ ശേഖരിക്കാൻ പോയി. ഇന്ന് രാത്രി 2 കാര്യം സഹോദരന്മാരെ ആർക്കും പറയാൻ പറ്റത്തില്ല. മണവാളൻ വരും, അന്നേരം മണവാട്ടി ഉണർവുള്ളതായിരിക്കണം. സഭ ഉറക്കത്തിലാണോ? അല്ല, നാഥൻ വരാറായി. ഈ 3 ദിവസം സത്യവചനങ്ങൾ നിങ്ങൾ കേട്ടിട്ട് ഇനി വചനം കേട്ടില്ലെന്ന് പറയരുത്. സമയം 9:30 കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയല്ല. എത്ര പ്രാർത്ഥിച്ചിട്ടാ സാറേ ഒരു യോഗത്തിന് കയറുന്ന 2 മണിക്കൂർ? എൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ചാലും ഇവരാരും എന്നോടൊന്നും പറയത്തില്ല. പക്ഷേ ഇത്രയും പേരെയും ഇത്രയും ഒരു അന്തരീക്ഷവും ദൈവം തന്നു. ഇനി 2 വർഷം നമുക്ക് കോവിഡായിരുന്നു. ഈ സത്യവചനം കേട്ടിട്ടെങ്കിലും കാൽവറിയിലേക്കൊന്ന് വാ. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാട് പരകമയാഗമായി. ഓർമ്മയില്ലേ? 156 മുള്ളുള്ളൊരു കിരീടം, അവൻ്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടു, കരങ്ങളിൽ കാരിരുമ്പാണി, പെരറ്റോണിയസിന്റെ ചാട്ടവാർ എൻ്റെ യേശുവിൻ്റെ ശരീരത്തിൽ പതിഞ്ഞു. ഒടുവിച്ചാൽ പോലെ ഈയക്കട്ട പോലെ അവൻ്റെ ശരീരം വിണ്ടുകേറി, രക്തമൊഴുകി, മാംസം തെറിച്ചു. ആരും വിരൂപമാക്കപ്പെട്ട ശരീരം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അസ്ഥികളെല്ലാം തൂകിപ്പോയി. സകലത നിവർത്തിയായി ഒരു പടയാളി ഒരു കുന്തമെടുത്ത് എൻ്റെ നാഥൻ്റെ ചങ്കിനകത്ത് കുത്തി. 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകി പിതാവിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചു. നിവർത്തിയായി, നിവർത്തിയായി. ഇതുപോലൊരു യാഗം ലോകം കണ്ടിട്ടുണ്ടോ? ഇതുപോലൊരു യാഗം ഉലകം കണ്ടിട്ടുണ്ടോ? കാൽവറി മലയിലേക്കൊന്ന് നോക്കാം. ഇന്ന് രാത്രി ആ മല ഉയർന്നു നിൽക്കുക. മകനെ, മകളെ, സഹോദര, സഹോദരി, നമ്മുടെ പാപത്തിൻ്റെ ഭാരത്തിന് വേണ്ടി ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി പരമയാഗമായി. ഒരിക്കൽ അവൻ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഭൂമിയിൽ വന്നു. ഇനി തനിക്കായി കാത്തു നിൽക്കുന്ന, പാപം കൂടാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ രാജാക്കന്മാരുടെ രാജാവായി യേശു വരാറായി.